Good morning, ma'am. Good morning, ma'am. Morning. 17 ബാച്ചുകാരാണ് ക്ലാസ്സിൽ നിന്ന് ഓടി വന്നത് അല്ലേ? 16 ബാച്ചുകാരെ ഓടി കയറണം അടുത്ത ക്ലാസ്സിലേക്ക്. 15 ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ടിരിക്കുന്ന ബാച്ച്. ഓക്കെ ഓക്കെ ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് പ്രെയർ ചെയ്തോ നിങ്ങൾ? പ്രെയർ പ്ലീസ്. ആരുമില്ല. There shall be showers of blessings. This is the promise of Lord. There shall be seasons refreshings sent from the Savior above. Showers of blessings we need. Mercy drop round us are falling, but for the showers we plead. നമ്മൾ ഇന്നലെ എഡ്യൂക്കേഷൻ സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു അല്ലെ? അപ്പൊ പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത്. അതായത് ടീച്ചേഴ്സ് എത്രത്തോളം ഗ്രൂം ചെയ്യുന്നു, അതായത് എത്രത്തോളം സപ്പോർട്ട് ഒരു ടീച്ചർക്ക് കൊടുക്കുന്നു, അതിനനുസരിച്ച് അവര് പെർഫോം ചെയ്യുന്നത് നന്നായിരിക്കും. അതിന്റെ റിസൾട്ട് കുട്ടികൾക്ക് കിട്ടും. അങ്ങനെ കുട്ടികൾ അവര് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായി അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഒരു സ്കൂളിന്റെ ഓവറോൾ ഒരു സ്കൂളിന്റെ ഡെവലപ്മെന്റ് വരുന്നത് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അതിൽ കുറച്ച് ഈ പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതൊക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തന്നിരുന്നു. അതിൽ ഇനി ഡൗട്ട്സ് ഉണ്ടോ? എനി ഡൗട്ട്സ്? നമ്മള് ഫസ്റ്റ് പർപ്പസ് എല്ലാം പറഞ്ഞു. ബേസിക് പ്രിൻസിപ്പിളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾ പറഞ്ഞു. പ്രിൻസിപ്പിൾ പറഞ്ഞു. ഒരു 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ ആണ്. നെക്സ്റ്റ് ആരെങ്കിലും വായിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടോ? ക്ലാസ് ലീഡ് ചെയ്യാൻ ഞാൻ അങ്ങനെ റെഡി ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫസ്റ്റ് വൺ കോൺവെർസേഷൻ. എന്താ കോൺവെർസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Communication with anyone about any of the thoughts which want to share. ടീച്ചർ പേജ് നമ്പർ ഒന്ന് പറയൂ ടീച്ചർ. പേജ് നമ്പർ 83. 83 അതിന്റെ ഹെഡിങ് ആണ്. കണ്ടന്റ് 84 അത്. The 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ. അതിലെ ഫസ്റ്റ് വൺ 7 C. അതിലെ ആദ്യത്തെ C ആണ് കോൺവെർസേഷൻ. എഫക്റ്റീവ് കോൺവെർസേഷൻ അല്ലെ? പലപ്പോഴും ചിലപ്പോ 2 പേര് തമ്മിലുള്ള ആ ഒരു സംസാരം, ഡയലോഗ് പ്രസന്റേഷൻ അല്ലെങ്കിൽ സോഴ്സും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നുണ്ട്. സോഴ്സും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ ഒരാളെ സംസാരിക്കുന്നു, മറ്റേയാൾ അത് കേൾക്കുന്നു, അതിനുശേഷം അയാളെ സംസാരിക്കുന്നു, മറ്റേയാൾ കേൾക്കുന്നു. ഇവര് തമ്മിലുള്ള ആശയവിനിമയം, ഒരു ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യും. ആ ഒരു കോൺവെർസേഷൻ അത് എഫക്റ്റീവ് ആയിരിക്കണം. അതാണ് സൂപ്പർവിഷന്റെ ആദ്യത്തെ C ആയിട്ട് പറയുന്നത്. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് മാറ്റാനും നമുക്ക് നല്ലപോലെ റീതിങ്ക് ചെയ്ത് പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാനും ഒക്കെയുള്ള ഒരു എബിലിറ്റി വരുന്നത് എഫക്റ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ നടക്കപ്പെടും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ C വരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ 85 അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഞാനത് കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ C വരുന്നത് ദാറ്റ് ഈസ് ടു ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ പേജ് നമ്പർ 85 ലാസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് കാണാം. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ 7 Cയുടെ കണ്ടിന്യൂവേഷൻ ആണെന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്ത് അവിടെ വെക്കുക. പെൻസിലായിരിക്കും ബെറ്റർ. ക്യൂരിയോസിറ്റി. എന്താ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആകാംക്ഷ, അറിയാനുള്ള ആകാംക്ഷ. അതെ. ഓക്കെ, നമ്മള്
ഏതൊരു സിറ്റുവേഷനിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റി അനലൈസ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാറുണ്ട് അല്ലെ. എപ്പോഴും ഒരു സൂപ്പർവൈസർക്ക് ഈ നമ്മൾ ആദ്യത്തെ പറഞ്ഞു കോൺവെർസേഷൻ എന്ന് പറഞ്ഞു. ഈ കോൺവെർസേഷനിൽ പറയുന്ന കാര്യങ്ങളും ഉണ്ട്, പറയാത്ത കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. മുഖത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാകും, വെർബലും ഉണ്ടാകും, നോൺ വെർബൽ എലമെന്റ്സ് ഉണ്ടാകും. അപ്പൊ ആ ഒരു അവയർനെസ് സൂപ്പർവൈസർക്ക് വേണം. സൂപ്പർവൈസർക്ക് മനസ്സിലാകണം അയാൾ എന്താണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അയാൾ പറയാതെ തന്നെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ ആണെങ്കിൽ ആ ടീച്ചർ പറയാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് സൂപ്പർവൈസർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊരു അങ്ങനെ ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിരിക്കണം സൂപ്പർവൈസർ. ഇവർ തമ്മിൽ കോൺവെർസേഷൻ നടത്തുമ്പോൾ ഈ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാനായിട്ടൊരു കഴിവുണ്ടായിരിക്കണം. ഇനി ഈ ഒരു വ്യക്തി ചിലപ്പോൾ ഒരു ക്യൂരിയസ് ആയിരിക്കും, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അങ്ങനെയൊക്കെ രീതിയിൽ ക്യൂരിയസ്, ആ ഒരു ആങ്സൈറ്റി പോലെയൊക്കെ മനസ്സിൽ ഇങ്ങനെ കുറെ ഇമാജിനേഷനും കുറെ അസംഷൻസും ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം മനസ്സിലാക്കി വേണം സൂപ്പർവൈസർ അത് ഡീൽ ചെയ്യാൻ. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ പ്രോബ്ലത്തെ ഡീൽ ചെയ്യാനായിട്ട് സൂപ്പർവൈസർക്ക് പറ്റണം. ആ സൂപ്പർവൈസിങ് ചെയ്യുന്ന സമയത്ത് അത് പറ്റണം. നമുക്ക് അതിനനുസരിച്ച് അവരോട് ചില കാര്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിൻ പോയിന്റിൽ നിർത്തുന്ന രീതിയിലുള്ള ബുള്ളറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ശാന്തമായി സോഫ്റ്റ് ആയിട്ട് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അവരെന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ക്യൂരിയസ് ആണ്, അങ്ങനെയൊക്കെയാണെങ്കിൽ അത് പുറത്തേക്ക് അവർക്ക് ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ അവരോട് കാര്യങ്ങൾ സംസാരിക്കാനും ചോദിക്കാനും. ഇപ്പൊ ട്രെയിനിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കണം, സൂപ്പർവൈസർക്ക് കഴിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കോണ്ടെക്സ്റ്റ്. ക്യൂരിയോസിറ്റി സൂപ്പർവൈസറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ട്രെയിനിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാനും അവരുടെ ഹിസ്റ്ററി എന്താ, അവരുടെ ഫോളോ ചെയ്യുന്ന ബിലീഫ്സും ജോഗ്രഫി കോർ വാല്യൂസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. യെസ്, ആ സൂപ്പർവൈസറെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജാതകം മുഴുവൻ എടുക്കുന്നതൊക്കെ പറയില്ലേ. അതായത് ചിലര് വളരെ കഴിവുകൾ ഉണ്ടാകും ആ ഒരു കാര്യത്തിന്. ഒരു ഓഫീസിൽ ഒരാൾ ജോയിൻ ചെയ്യാൻ വരുമ്പോൾ അയാളുടെ വിയർ അബൌട്ട്സിനെ കുറിച്ചെല്ലാം നല്ല പോലെ മനസ്സിലാക്കും. അയാൾക്ക് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം. പിന്നെ ആളുടെ കണക്ഷൻസ്, നേരത്തെ പ്രീവിയസ് ഹിസ്റ്ററി എന്തെങ്കിലും എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നോ, എക്സ്പീരിയൻസോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത്, പിന്നെ ആളുടെ ഒരു ബിലീഫ്, ആളുടെ വാല്യൂസ്, കോർ വാല്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം. അത് ക്യൂരിയോസിറ്റിയാണ്. ഇപ്പൊ സൂപ്പർവൈസർക്ക് അത് അറിയാനുള്ള ആഗ്രഹം, അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അദ്ദേഹം ക്യൂരിയോസിറ്റി സമയത്ത് ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യങ്ങളുടെ മറുപടി പറയുന്നതിൽ നിന്നും അദ്ദേഹം അത് മനസ്സിലാക്കും. എന്റെ ഒരു സാർ ഉണ്ട്, സാർ അങ്ങനെയാണ് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ചുമ്മാ സിമ്പിൾ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് സാറ് നമ്മളുടെ കേപ്പബിലിറ്റി മനസ്സിലാക്കും. എന്നിട്ട് നമുക്കൊരു സ്പേസ് തരും, ആ ഒരു എബിലിറ്റി ഗ്രോ ചെയ്യാനുള്ള ഒരു സ്പേസ് തരും. അങ്ങനെ അപ്പൊ അങ്ങനെ അതാണ് കോണ്ടെക്സ്റ്റിൽ വരുന്നത്. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ്. കോൺവെർസേഷൻ സംസാരിക്കുന്ന സമയത്ത് ഈ രണ്ട് വ്യക്തികളും ക്യൂരിയസ് ആയിരിക്കും. രണ്ട് വ്യക്തി ചിലപ്പോൾ ഈ ടീച്ചർ സൂപ്പർവൈസർക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ചില കാര്യങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടാണ്. സൂപ്പർവൈസർ ക്യൂരിയസ് ആയിരിക്കും അതിനെക്കുറിച്ച്. അപ്പൊ അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതും കോൺവെർസേഷൻ തന്നെയാണല്ലോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ആളങ്ങനെ പതുക്കെ ഓപ്പൺ അപ്പ് ആകാനായിട്ട് തുടങ്ങും. കോണ്ടെക്സ്റ്റ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളിലൂടെയും ആളുടെ രീതികളും സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആളുടെ വാല്യൂസ് എന്താണ്, ആളുടെ ബിലീഫ് എന്താണ്, ആള് ഏത് രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. നെക്സ്റ്റ്, കോംപ്ലക്സിറ്റി. അടുത്ത സി, നാലാമത്തെ സി. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? സംസാരിക്കാൻ തുടങ്ങി, പല കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കി, അങ്ങനെ ഏകദേശം ഒരു ധാരണ മുന്നിലുള്ള ആളെ കുറിച്ച്, ആ ട്രെയിനിയെ കുറിച്ച്, ആ സൂപ്പർവൈസിയെ കുറിച്ച് സൂപ്പർവൈസർക്ക് ഉണ്ടായി.
പിന്നെ നമ്മൾക്കറിയാം സൂപ്പർവൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ററാക്ഷൻ ആണ്, ഒരു കണക്ഷൻസ് ഉണ്ടാവുകയാണ് വ്യക്തികൾ തമ്മിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആ ഒരു പ്രോഗ്രാം നടക്കുമ്പോഴോ ക്ലാസ് കണ്ടക്ട് ചെയ്യുമ്പോഴോ അങ്ങനെയുള്ള കണക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന ഒരു കണക്ഷൻസ് ഡെവലപ്പ് ചെയ്ത്, അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. സൂപ്പർവൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്ഷൻ ആണ്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ നടക്കുമ്പോൾ എനിക്കിപ്പോ പരിചയമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ആ വ്യക്തിയെ കുറിച്ച് കിട്ടും, അയാൾക്കും എന്നെ പറ്റി കിട്ടുമായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ, ഒരു കോണ്ടെക്സ്റ്റിൽ, ഒരു സിറ്റുവേഷനിൽ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കിട്ടും. അപ്പൊ നമ്മൾ പലപ്പോഴും കോംപ്ലക്സിറ്റി, ഈ കൺഫ്യൂഷൻസ് എന്നുള്ളത് ക്ലാരിറ്റിയിലേക്ക് മാറുന്നു. അതാണ് സൂപ്പർവൈസിംഗ് നടക്കുമ്പോൾ വരുന്നത്. ആദ്യമായിട്ട് നമ്മുടെ എച്ച് എം നമ്മളെ വിളിച്ച് സംസാരിക്കാൻ പോവുക, ടെൻഷനായി പോകില്ലേ, നമ്മൾ പുതിയതായിട്ട് അവിടെ ജോയിൻ ആയിരിക്കുന്ന ആളാന്ന് വിചാരിക്കാം. അപ്പൊ ടെൻഷൻ പിടിച്ചായിരിക്കും ചെല്ലുന്നത്. കുറച്ചു നേരം അങ്ങ് സംസാരിച്ചു കഴിയുമ്പോഴേക്കും ഈ എച്ച് എമ്മിനും ഈ പറയുന്ന വ്യക്തിയെ കുറിച്ച് ഇതുണ്ടാവും, എച്ച് എമ്മിനെ കുറിച്ച് ഈ വ്യക്തിക്ക് ഉണ്ടാവും. ആ ഒരു ഇന്ററാക്ഷൻ നടക്കുമ്പോൾ അതിന്റെ ഉള്ളിലെ ആ ഒരു കൺഫ്യൂസിങ് കോംപ്ലക്സിറ്റി, ഒരു കുഴഞ്ഞു മറഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും, അതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒരു ക്ലിയറർ രീതിയിലേക്ക് മാറും സിറ്റുവേഷൻ, ഒരു ക്ലാരിറ്റി വരും. അതല്ലേ പറയുന്നത്, ശരിയായ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാ കൺഫ്യൂഷൻസിനെയും നമുക്ക് നികത്തും, നല്ലൊരു ക്ലാരിറ്റി വരുത്തുന്നു എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ, അതാണ് ഒരു എക്സാമ്പിൾ എന്നുള്ള വാഴ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അതില് ഗൾഫിലെ ജോലി ചെയ്യുന്ന ഒരു ബ്രദർ നാട്ടിലുള്ള ബ്രദറിന് ഒരു മെസ്സേജ് അയക്കും. ഈ മെസ്സേജ് അയക്കുമ്പോൾ വായിക്കുന്നവൻ, അതായത് അത് ടെക്സ്റ്റ് മെസ്സേജ് ആണല്ലോ, വാട്സപ്പ് മെസ്സേജ്, വായിക്കുന്നവൻ അത് വേറെ രീതിയിൽ ചിന്തിക്കും, പക്ഷെ എഴുതിയവൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അവിടെയാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അത് വരുന്നത്. അങ്ങനെയുള്ള കോംപ്ലക്സിറ്റീസ് ഒക്കെ മാറി കൂടുതൽ ക്ലിയർ ആയിട്ട് ആ ഒരു കണക്ഷൻ ഡെവലപ്പ് ബിറ്റ്വീൻ പീപ്പിൾ, ആ ഒരു ഇന്ററാക്ഷൻസ്, ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സെന്റൻസ് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്താണെന്ന് പെട്ടെന്നൊരു പിടി കിട്ടില്ല, പക്ഷെ അതാണ് കോൺവെർസേഷനിൽ നിന്ന് ക്യൂരിയസ് ആയിട്ട് വരുന്നു. ക്യൂരിയസ് പേജ് നമ്പർ 86 ആണേ. ക്യൂരിയസ്, അങ്ങനെ അതിൽ നിന്നും ഒരാളെ കുറിച്ചുള്ള ഐഡിയ കിട്ടുന്നു. പിന്നെ തമ്മിൽ കുറച്ചധികം നേരം സംസാരിക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. ഇൻട്രിക്കസി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി, സൂപ്പർവൈസർ ടു അണ്ടർസ്റ്റാൻഡ് ദ ക്വാളിറ്റി കണ്ടെയ്ൻഡ് വിത്തിൻ. ആ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ചില വ്യക്തികളുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാവും, യെസ് ഈ ആള് നല്ലൊരു വൈബിൾ ആളാണ്, എന്റെ ഒരു രീതിക്കുള്ളതാണ്, അല്ലെങ്കിൽ എന്റെ രീതിക്കുള്ളതല്ല, എന്റെ വൈബിളുള്ളത്. നമുക്ക് ആ ഒരു ഇൻട്രിക്കസി, ആ ഒരു ക്വാളിറ്റി ക്ലിയർ ആവും. നെക്സ്റ്റ് ക്രിയേറ്റിവിറ്റി. നല്ല എഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻ വഴി അവർക്ക് എന്താ പറയുക, ഒരു ന്യൂ വേർഷൻ ഓഫ് സ്റ്റോറി, അതായത് ഒരു ബെറ്റർ സെൻസ് കിട്ടും. ശരിക്കുള്ള ഇഷ്യൂ എന്താന്ന് അവർ കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് അതിനെ പറ്റി ആ ഇഷ്യൂ എന്താന്ന് മനസ്സിലാവുകയും അങ്ങനെ ആ പ്രോബ്ലം നല്ല രീതിയിൽ സോൾവ് ചെയ്യാനും സാധിക്കും. ബോത്ത് പാർട്ടീസ് രണ്ടാൾക്കും കൂടി ചേർന്നിട്ട്. നമ്മളിപ്പോ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ നോക്കുവാണെങ്കിൽ ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കാനായിട്ട് വല്ലാതെ ചലഞ്ച് നേരിടുന്നു. അപ്പൊ ആ ടീച്ചറെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി സൂപ്പർവൈസർക്ക് ഉണ്ട് അല്ലെ. അവര് തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു. ടീച്ചറുടെ ലിമിറ്റേഷൻസും പ്രശ്നങ്ങളും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഇങ്ങനെയാണ് സംസാരിച്ച് സൂപ്പർവൈസർക്ക് ഒരു ഐഡിയ കിട്ടുന്നു. സൂപ്പർവൈസറോട് സംസാരിച്ച് കഴിയുമ്പോൾ ടീച്ചർ അതൊക്കെ ഒന്ന് കൂളാകുന്നു അല്ലെ. അത് നല്ല ക്ലാരിറ്റി വരുന്നു, കോംപ്ലക്സിറ്റി ഒക്കെ പോകുന്നു, കൂളാകുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ആ ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുവാൻ, അതാണ് ക്രിയേറ്റിവിറ്റിയിൽ വരുന്നത്. അപ്പൊ ഒരു മാത്സ് എടുക്കുമ്പോൾ സബ്ജക്ട് പഠിപ്പിക്കുമ്പോൾ അനുഭവിക്കുന്ന ചലഞ്ചസ് ആണെങ്കിൽ ഒരു രണ്ടുപേരും കൂടി നമുക്കത് കുറച്ചുകൂടെ രസകരമാക്കാം, കുറച്ചുകൂടെ ആക്ടിവിറ്റി ബേസ്ഡ് ആക്കാം എന്നൊക്കെ പറയുമ്പോഴേക്കും അവിടെ ക്രിയേറ്റിവിറ്റി വരുവാണ്. ഒരു ന്യൂ വേർഷൻ, ആ ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്ത് നല്ലൊരു സൊല്യൂഷൻ ക്രിയേറ്റീവായിട്ട് രണ്ടുപേരും ചെയ്യുന്നു ആ ഒരു പ്രോബ്ലം. അതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് അവിടെ നടത്തുന്നത്. നെക്സ്റ്റ് വൺ കോഷൻ. യെസ്, കോഷൻ. എന്താണ് കോഷൻ എന്ന് പറയുന്നത്?
കോഷൻ മീൻസ് ജാഗ്രത എന്നാണോ? യെസ്, ബി കോഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, വാൺ ചെയ്യുന്ന പോലെ, വാൺ സ്ട്രോങ്ലി, പുട്ടോൺ, അങ്ങനെയൊക്കെ പറയുന്നതാണ് കോഷൻ എന്ന് പറയുന്നത്. കോഷന് വേറൊരു മീനിങ് കൊണ്ടിട്ട് കെയർ, നമ്മള് പ്രിക്വേഷൻ എന്നൊക്കെ പറയുന്ന പോലെ കെയർ എന്നൊരു മീനിങ് കൂടിയിട്ട്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, ജാഗ്രത എന്ന് പറഞ്ഞ പോലെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക, കെയർഫുൾ ആയിരിക്കും. പിന്നെ നമ്മളിപ്പോ പറഞ്ഞു ഒരു സൂപ്പർവൈസർ, മോസ്റ്റ് പ്രോബബ്ലി സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ HM ആണെന്ന് വിചാരിച്ചോളൂ. ഒരു 10-12 ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ടീച്ചേഴ്സ് എല്ലാം ഒരേപോലെ കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ് സൂപ്പർവൈസർ, അല്ലെ? അപ്പൊ ആ സൂപ്പർവൈസർ എങ്ങനെയായിരിക്കണം? ഓരോരുത്തരെ ഓരോ രീതിയിൽ കാണണം, ചിലരോട് കൂടുതൽ താല്പര്യം, അങ്ങനെ പാടുണ്ടോ? എല്ലാരെയും ഒരേപോലെ കാണണം. അനുപതികളും കുളിച്ചെല്ല സുന്ദരിയായിട്ട് വന്നിരിക്കണ്ടല്ലോ വീഡിയോ കോൺ ചെയ്ത്. ഓക്കെ, അപ്പൊ അത് സത്യം പറഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് വന്ന വഴിയായിരുന്നു. ആണോ? എങ്ങനെയുണ്ടായിരുന്നു? വാട്ട് യു ഫീൽ? ക്ലാസ് എടുത്ത് കാണിച്ചു മിസ്സേ, പക്ഷെ ഇനി കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്, അപ്പം വിളിക്കാന്ന് പറഞ്ഞു വിട്ടു. ഇവിടെ അടുത്ത് തന്നെ സ്കൂളിലാണ്. 11 മണിക്കായിരുന്നു ഇന്റർവ്യൂ. അപ്പൊ നമ്മള് യൂഷ്വലി ക്ലാസ് എടുക്കുന്ന രീതിയിൽ എടുത്തോളാൻ പറഞ്ഞ് ക്ലാസ് എടുത്ത് കാണിച്ചു, എല്ലാം കഴിഞ്ഞ് വന്നുള്ളൂ. ഏത് ടോപ്പിക് ഏതായിരുന്നു ക്ലാസ് എടുത്തത്? അപ്പൊ പ്ലാന്റ് എടുത്തത്. ഏതാണ്? പ്ലാന്റ് പാർട്സ് ഇല്ലേ, പ്ലാന്റ് പാർട്സ് എടുത്ത, പ്ലാന്റിന്റെ പാർട്സ്. ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ആക്ടിവിറ്റി കാർഡ്, ഒരു റിയൽ പ്ലാന്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. എല്ലാം കാണിച്ചു, എടുത്തു കാണിച്ചു. എങ്ങനത്തെ സ്കൂളാണ്? എത്ര ക്ലാസ് വരെ ഉണ്ട്? KG തുടങ്ങി എത്ര വരെ ഉള്ളതാണ്? KG മുതൽ 12th വരെ ഉണ്ട് മിസ്സേ. CBSE സ്കൂളാണ്, പബ്ലിക് സ്കൂളാണ്. കേറാണി പബ്ലിക് സ്കൂൾ തൊടുപുഴ. ഓക്കെ, വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡറി. അതാണ് നമ്മളത് അറ്റൻഡ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പ്രൈമറി. വെരി ഗുഡ്. ഓക്കെ, നമ്മള് കോഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് HM-ഉമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ, അതായിരിക്കും നമ്മുടെ സ്കൂളിൽ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ആ വ്യക്തിയുമായിട്ട് ബാക്കി എല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഈ സൂപ്പർവൈസർ എല്ലാരെയും ഒരേപോലെ നോക്കണം. പാർഷ്യാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഓക്കെ, അപ്പോ സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. സൂപ്പർവൈസിങ്ങിലുള്ള ഒരു കാര്യമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലാകരുത്. പ്രത്യേകിച്ച് ആ സ്കൂളിന്റെ ഹെഡ് എന്ന് പറയുന്ന ആൾക്ക് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന്റെ കോഷൻ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ആ ഒരു കെയർഫുൾ ആയിരിക്കുക എന്നുള്ള ആ ഒരു മീനിങ്. അത് ആ ഒരു കോൺവെർസേഷനിലാണെങ്കിലും ശരി, ഏതൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും അങ്ങനെ ഒരു ഇംപാർഷ്യൽ ആയിരിക്കണം. ഒരു പാർഷ്യാലിറ്റി കാണിക്കുന്ന രീതിയിൽ പെരുമാറരുത് നമ്മുടെ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ C ആയിട്ട് പറഞ്ഞു വന്നു. ഫസ്റ്റ് വൺ കോൺവെർസേഷൻ, സംസാരിക്കുന്നു രണ്ടുപേര് തമ്മിൽ, അത് സൂപ്പർവൈസറും അവിടുത്തെ ഒരു സ്റ്റാഫുമായിരിക്കാം. സംസാരിക്കുന്ന സമയത്ത് പല കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പൊ ക്യൂരിയസ് ആണ്, രണ്ടുപേരും ക്യൂരിയസ് തന്നെയായിരിക്കും. സൂപ്പർവൈസർ കൂടുതൽ ക്യൂരിയസ് ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ വളരെ സമാധാനപരമായ രീതിയിൽ അതിൽ നിന്നും പല കാര്യങ്ങളും കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നു. നമ്മുടെ ട്രെയിനിയുടെ അവസ്ഥ, അതായത് ടീച്ചർ ഏത് സിറ്റുവേഷനിൽ നിന്നാണ് വരുന്നത്. പിന്നെ രണ്ടുപേരും കൂടുതൽ ഡീപ്പായിട്ട് നല്ല രീതിയിൽ കണക്ഷൻ വരുമ്പോൾ അവിടെ കോംപ്ലക്സിറ്റി വഴിമാറുന്നു, ക്ലാരിറ്റി ആകുന്നു. പിന്നെ ക്രിയേറ്റിവിറ്റി, എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ രണ്ടുപേരും ചേർന്നിരുന്ന് നല്ല അവർ തമ്മിൽ അങ്ങനെ ഒരു വേവ് ലെങ്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല പുതിയ പുതിയ ഐഡിയാസ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പറ്റും. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ്
ആ ഒരു സൂപ്പർവൈസറിയാണ് നമ്മൾ കൂടുതൽ കണക്ട് ചെയ്യുന്നത്. സൂപ്പർവൈസർ എപ്പോഴും ശ്രദ്ധിക്കണം, എല്ലാവരെയും ഈക്വൽ ആയിട്ട് കെയർ ചെയ്യാൻ, പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക. പിന്നെ മോണിറ്റർ ചെയ്യുക. പലപ്പോഴും സൂപ്പർവൈസർ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ വെർബൽ, അവർ സംസാരിക്കുന്ന കാര്യങ്ങളും നോൺ വെർബൽ ആയിട്ടുള്ള അവരുടെ എക്സ്പ്രഷൻസ്, മറ്റ് ഫീലിങ്സ്, അങ്ങനത്തെ ഇമോഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവരുടെ റെസ്പോൺസ്, വെർബലി നോൺ വെർബലിയുമായിട്ടുള്ള റെസ്പോൺസ് മോണിറ്റർ ചെയ്യാം. അതിനനുസരിച്ച് വേണം സൂപ്പർവൈസർ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ട്. എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ് കെയർ. രണ്ടുപേര് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ് അല്ലെങ്കിൽ ഇന്റർവെൻഷൻ നടത്തുന്നതാണ് സൂപ്പർവിഷൻ എന്ന് നമ്മൾ പറഞ്ഞു. ഇത് ചെയ്യുന്ന സമയത്ത് രണ്ടു പേർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയായിരിക്കണം. പരസ്പരം ബഹുമാനിക്കുന്ന, റെസ്പെക്ട്ഫുൾ ആകുന്ന, പിന്നെ പരിഗണിക്കുന്ന, കൺസിഡർ ചെയ്യുന്ന, പിന്നെ ശ്രദ്ധിക്കുക. രണ്ടുപേരെ നമ്മൾ ഒരാൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് തന്നെ അയാൾക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ആണല്ലേ. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും സൂപ്പർവിഷൻ നടത്തുന്ന കാര്യങ്ങൾ ഇതെല്ലാം എന്ത് ഗ്രൗണ്ട് വർക്ക് ആണെങ്കിലും ശരി, അതിനൊക്കെ നല്ലൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കെയർ ചെയ്യുക. ഇതാണ് 7C. അപ്പൊ നമ്മൾ ഒരാളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ, നമ്മൾ സൂപ്പർവൈസ് ചെയ്യുവാണ്, ഒരാളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, അതിപ്പോ പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും. അപ്പൊ ഈ 7Cs നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, നമ്മൾ അവർക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുമ്പോൾ, നമ്മൾ അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു പോർഷൻ, പിന്നെ നമ്മൾ കൊടുക്കേണ്ട കെയർ, കൺസിഡർ ചെയ്യേണ്ട, റെസ്പെക്ട് ചെയ്യേണ്ട രീതികളും, നമ്മൾ അവരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, ഇതൊക്കെയാണ് 7Cs ആയിട്ട് സൂപ്പർവിഷനിൽ പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിലേക്ക് പോകാം. കാരണം ഇത് ഈ പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിന്റ്സ് മാറിക്കിടന്നുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ, അല്ലാതെ ഒന്നും സ്കിപ്പ് ആവുന്നതല്ല. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ കഴിഞ്ഞിട്ട് നമ്മൾ മോഡേൺ സൂപ്പർവിഷന്റെ രീതികൾ, അതും 7 പോയിന്റ്സ് ഉണ്ട്, അത് നമ്മൾ പറയും. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ ഓരോന്നായിട്ടുണ്ട്. 5 ടൈപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, ഇത് നിങ്ങൾ വായിച്ചിട്ട് വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും അത് പറയണം, ഷെയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ? പേജ് നമ്പർ 85 ആണ് നമ്മുടെ ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഒന്നാമത്തെ മാത്രമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്നത് അടുത്ത പേജിലേക്ക് പോകും. 87 പേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ടുള്ള പ്രശ്നമാണ് കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് സൂപ്പർവിഷനിലെ ഫസ്റ്റ് വൺ ആണ് കറക്റ്റീവ് സൂപ്പർവിഷൻ. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, കറക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന വേറൊരു പേരാണ് ഫോൾട്ട് ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റ് കണ്ടുപിടിച്ച അയാളെ സൂക്ഷിക്കുക എന്നുള്ളതല്ല കേട്ടോ. എന്തെങ്കിലും ഒരു കുറവുകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി, അൺഡിസൈറബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അതിനെ കറക്റ്റ് ചെയ്യുന്ന ഒരു സൂപ്പർവിഷനാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ. അതിന് പറയുന്ന വേറൊരു പേരാണ് ഫോൾട്ട് ഫൈൻഡിങ്. ഈ ടൈപ്പ് ഓഫ് സൂപ്പർവിഷൻ പൊതുവെ ഇപ്പം സ്കൂളിനകത്ത് തന്നെ ഇപ്പൊ HM തന്നെയാണ് സൂപ്പർവൈസർ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന ഒരു ആളാണ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ഇൻസ്പെക്ടിംഗ് ഓഫീസർ എങ്കിൽ, ആ സ്കൂളിൽ വന്ന് സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ, അതായത് നമ്മളിപ്പം അഫിലിയേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കൺസേൺ ആൾക്കാർ വിസിറ്റ് ചെയ്യുമല്ലോ. NAAC അക്രഡീഷൻ ഒക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ കോളേജൊക്കെ അതിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നോക്കും അല്ലെ. അപ്പം സേഫ്റ്റി, സെക്യൂരിറ്റി, ഇപ്പം സ്കൂളുകളൊക്കെ ആകുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും മാനുഷിക പരിഗണനയാണ് അവർ ആദ്യം വെക്കുന്നത്. അതായത് അവിടെ വരുന്ന ആളുകളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അതൊക്കെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണോ എന്ന് നോക്കും. ഇപ്പൊ മിക്ക സ്കൂളുകളിൽ നിർബന്ധമാക്കിയ ഒന്നാണ് ഈ ഫയർ. എന്തെങ്കിലും പെട്ടെന്നൊരു ഫയർ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ളതിന് ഭയങ്കര കോസ്റ്റ്ലി ആണ്, അത് ഫുൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് മിക്ക സ്കൂളുകളിലും നടക്കുന്നത്. അത് ചെയ്യേണ്ടതായിട്ടുണ്ട്, അതൊക്കെ നിർബന്ധമായിട്ട് അവർ പറയും. അല്ലെങ്കിൽ ആ സ്കൂളിന്റെ ലൈസൻസ്, അഫിലിയേഷൻ ഒക്കെ ക്യാൻസൽ ചെയ്യുന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ ഫോൾസും മിസ്റ്റേക്കും കണ്ടുപിടിച്ച്, അതിപ്പോ ടീച്ചിങ്ങിലാണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങളിലാണെങ്കിലും അത് കണ്ടുപിടിച്ച് അത് കറക്റ്റ് ചെയ്യുന്ന സൂപ്പർവിഷനാണ് കറക്റ്റീവ് സൂപ്പർവിഷൻ. അടുത്തത് പ്രിവെന്റീവ് സൂപ്പർവിഷൻ. സെക്കൻഡ് പേജ് നമ്പർ 87 കേട്ടോ. പ്രിവെന്റീവ് സൂപ്പർവിഷൻ.
നമ്മൾ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു അസുഖം വരുമ്പോൾ പ്രിവെന്റീവ് മെത്തേഡ്സ് എടുക്കുന്ന പറയുന്നത് അവിടെ നമ്മളെ മുൻകരുതലുകൾ മിസ്റ്റേക്ക് പറ്റാതിരിക്കാൻ വരുന്നതിന് മുമ്പ് എടുക്കുന്ന മെത്തേഡ്സ് ആണല്ലേ മുൻകരുതൽ എടുക്കും നമ്മള്. കരുതൽ. അതുപോലെ തന്നെയാണ് ഇവിടെ സൂപ്പർവൈസർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് സൂപ്പർവൈസർക്ക് അറിയാം എന്തൊക്കെ ഫോൾട്ടും മിസ്റ്റേക്കും വരാം ഫ്യൂച്ചറിൽ. അപ്പൊ അങ്ങനെ വരുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന മെഷേഴ്സ് എടുക്കുന്നു. അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷനിൽ വരുന്നത്. ക്ലിയർ? വെയിറ്റ് ചെയ്യണില്ല ടീച്ചേഴ്സ് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് വെയിറ്റ് ചെയ്ത് നോക്കി ആ സമയത്ത് ഓടിപ്പോയി ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാളും അത് അവോയ്ഡ് ചെയ്യുക. അതായത് അത് ഇങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആ എന്ത് ആക്ഷൻ ആണെങ്കിലും അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ടീച്ചേഴ്സ് അതിനനുസരിച്ചുള്ള മീൻസും മെഷേഴ്സും മാർഗങ്ങളും ഹെൽപ്പും ഒക്കെ എടുത്ത് അവരത് നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്ന എന്താ അവരുടെ ജോലി ലേണിംഗ് ആണ്, എഡ്യൂക്കേറ്റ് ചെയ്യുവാണ് കുട്ടികളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ അതിന് ടീച്ചർക്ക് നല്ല രീതിയിലുള്ള ഒരു ഗൈഡൻസും ഹെൽപ്പും കിട്ടിക്കഴിയുമ്പോൾ അവരവരുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. ഈ പറയുന്ന മിസ്റ്റേക്സ് ഫോൾട്ട് ഒന്നും വരില്ല. അതിന്റെ വരുന്നതിന്റെ റേറ്റ് നല്ല രീതിയിൽ കുറയും. ചെറിയ പ്രശ്നങ്ങളില്ലാത്ത ചെറിയ എന്തെങ്കിലും സംഭവിച്ചെങ്കിലേ ഉള്ളൂ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അല്ലാതെ അവർ ചെയ്യട്ടെ തെറ്റ് വരുമ്പോൾ തിരുത്താം എന്നുള്ളതല്ല ഈ ഒരു മെത്തേഡ്. അതിന് മുമ്പ് തന്നെ മെഷേഴ്സ് എടുക്കും. അതാണ് പ്രിവെന്റീവ് സൂപ്പർവിഷൻ. ഇവിടെ ഇൻസ്പെക്ഷൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആദ്യകാലങ്ങളിൽ അത് ഇൻസ്പെക്ഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് അത് സൂപ്പർവിഷൻ എന്ന രീതിയിൽ ആയി മാറുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ കുട്ടികളെ ആണെങ്കിലും അവരൊരു മിസ്റ്റേക്ക് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുന്നതിനേക്കാളും അവരെന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നീ ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കറക്റ്റ് ഫോളോ ചെയ്ത് അവരത് ചെയ്ത് അവർ നല്ലപോലെ പെർഫോം ചെയ്തു. ഈ രണ്ട് സിറ്റുവേഷനിലുള്ള വ്യത്യാസം എന്താ? മിസ്റ്റേക്ക് ഉണ്ടായിട്ട് കുട്ടിയെ കറക്റ്റ് ചെയ്യുന്നതാണോ, അങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ മനസ്സിലാക്കി ആദ്യമേ ഗൈഡൻസ് കൊടുക്കുന്നതാണോ? ആദ്യമേ തന്നെ ഗൈഡൻസ് കൊടുക്കുന്നു. അപ്പൊ കുട്ടി ഹാപ്പിയാണ് അല്ലെ? ഞാനിപ്പോ കുട്ടിയിൽ ആക്കി പറഞ്ഞുള്ളൊരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ. അതേസമയം തെറ്റ് പറ്റിയിട്ട് നമ്മൾ പോയി കറക്റ്റ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അവന്റെ ഒരു കോൺഫിഡൻസ് ലെവല് തന്നെ അവൻ അങ്ങ് താന്ന് ഇല്ലാണ്ടായി പോയതുപോലെ ആയി പോകില്ലേ. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയും അതുപോലെ തന്നെ ടീച്ചർക്ക് ശരിക്കും ആ ഒരു സൂപ്പർവൈസർ ഒരു ഗൈഡ്, ഒരു ഫ്രണ്ടിനെ പോലെ അല്ലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. തെറ്റ് പറ്റിയിട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ എത്ര നമ്മൾ അടുപ്പുള്ള ഒരാളാണെങ്കിലും നമ്മള് ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ട് ഇത് ശരിയായില്ല എന്ന് പറഞ്ഞു മിസ്റ്റേക്ക് എന്ന് പറയാതെ തന്നെ ശരിയായില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊന്ന് ഡൗൺ ആയി പോകും. ഓക്കെ, നെക്സ്റ്റ് കോയേഴ്സീവ് സൂപ്പർവിഷൻ. ഇത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഒട്ടും ഉപയോഗിക്കുന്ന ഒരു സൂപ്പർവിഷൻ അല്ല. പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നു. കാരണം ഇത് അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്, ഒരു മുതലാളി ഭാവം. അതാണ് കോയേഴ്സീവ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഭരിക്കുന്ന പോലുള്ള ഒരു രീതിയാണ്. അത് ചെറിയ ചെറിയ ഫേമുകളിലൊക്കെ കാണുമായിരിക്കും അങ്ങനെയൊക്കെ അല്ലെ, ഈ തൊഴിലാളികളോട് വളരെ റൂഡായിട്ട് പെരുമാറുന്ന മുതലാളിമാരെ. അതൊക്കെ ഈ കോയേഴ്സീവ് സൂപ്പർവിഷൻ ആണ്. സ്കൂൾ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ കാണുന്നില്ല. എന്തായാലും അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇപ്പൊ മീഡിയാസും പല കാര്യങ്ങളും ഒക്കെ വളരെ സ്ട്രോങ് ആയത് കാരണം ആർക്കും അങ്ങനെ കയറി ഭരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഓരോരുത്തർക്കും അവരുടേതായ ഡിഗ്നിറ്റി ഉണ്ട്, റെസ്പെക്ട് കൊടുക്കണം, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും വരും. ഒരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. അതായത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്ന രീതി തന്നെയാണിത്. ഇവിടെ സൂപ്പർവൈസർക്കാണ് എല്ലാ അതോറിറ്റി. എന്ത് ഡിസിഷൻസ് എടുക്കാനും വേറൊരാളുടെ തീരുമാനങ്ങൾ അംഗീകരിക്കണമെന്നില്ല, കേൾക്കണമെന്നില്ല. എല്ലാം അയാൾ പറയുന്ന പോലെ. ആർക്കും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റില്ല ഇങ്ങനെയുള്ള ഡിസിഷൻസ്. ഇങ്ങനെ പണ്ട് ഇതൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് എപ്പോഴും ഈ പണ്ടത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതുപോലുള്ള രീതി വന്ന സമയത്ത് ഈ പറയുന്ന വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി അനുസരിക്കണം. ശരിക്കും ഒരു സ്ലേവ് എന്നുള്ളൊരു ഫീല് വരുന്ന രീതിയിലുള്ള ഒരു സൂപ്പർവിഷൻ. ഇപ്പൊ ഫോഴ്സ്ഫുള്ളിയൊക്കെ പല കാര്യങ്ങളും. അപ്പം ഈ സൂപ്പർവിഷനിലെ സൂപ്പർവൈസർ മനസ്സിലാക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോസ്റ്റ് എഫക്റ്റീവ് മീൻസ് ഓഫ് മേക്കിംഗ് ദ ടീച്ചേഴ്സ് വർക്ക് ഈസ് അവരെ കമ്പൽ ചെയ്ത് നിർബന്ധിച്ച്
കാര്യങ്ങൾ ചെയ്യിക്കുക എന്നുള്ളത്. ഓൾറെഡി ഇയാൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇങ്ങനെ എന്റെ കാര്യങ്ങൾ പോകണം, അല്ലാണ്ട് ഫ്ലെക്സിബിൾ അല്ല. ടീച്ചേഴ്സിന് കേൾക്കേണ്ട കാര്യമില്ല, ഇയാൾ പറയുന്ന രീതിയിൽ. അത് പണ്ട് നിലനിന്നൊരു രീതിയാണ്, എവിടെയും അങ്ങനെ കേൾക്കുന്നൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനറിയോ? അതായത് നല്ല ഫ്രീഡമാണ് ഇവിടെ ടീച്ചേഴ്സിന്. അവർക്ക് ക്രിയേറ്റീവ് ആയിട്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ക്ലാസ്സസ് എടുക്കാം, പല രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി. പണ്ട് എനിക്ക് എത്ര വർഷം മുമ്പാന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ സബ്സ്റ്റൻസ് യൂസിന്റെ അവയർനെസ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പല പല പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും പല പല പ്രോഗ്രാംസ് ഉണ്ടാവുമായിരിക്കും. അതിലൊരു ടീച്ചറാണ് ആരോ ഓട്ടം തുള്ളലിലൂടെ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഇത് ഫെഡറൽ ബാങ്കും മനോരമയും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ചാക്യാർകൂത്ത് ആയിരുന്നു. ചാക്യാർകൂത്തിലൂടെ ഭയങ്കര രസമാണല്ലോ, അതൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് കലർന്നതാണല്ലോ ഈ ഓട്ടം തുള്ളലും ചാക്യാർകൂത്തും ഒക്കെ. അപ്പൊ അതിലൂടെ കുട്ടികൾക്ക് അവയർനെസ്. അല്ലാതെ ഒരാൾ നിന്ന് പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള ക്ലാസ്സുകളും. അപ്പൊ ക്രിയേറ്റീവ് ആയിട്ട് കാര്യം മെസ്സേജ് കുട്ടികളിലേക്ക് കൊടുത്തപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അവർ വളരെയധികം ഇൻവോൾവ് ആയി. അതിൽ നിന്ന് അവർക്ക് മെസ്സേജും കിട്ടി, വാല്യൂസും കിട്ടി, അവരത് എൻജോയ് ചെയ്യുകയും ചെയ്തു. ആ രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. അതാണ് എൻകറേജ് ചെയ്യുന്നത്. കാരണം ആ ടീച്ചർമാർക്ക് പല രീതിയിലുള്ള എബിലിറ്റി ഉണ്ട്, കഴിവുണ്ട്. അപ്പൊ അവർ എന്ത് കാര്യമാണോ ഡീൽ ചെയ്യുന്നത് അതിനെ കുറെ കൂടെ ക്രിയേറ്റീവ് ആക്കാനായിട്ട് അവരുടെ ഐഡിയാസ് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓക്കെ, ടീച്ചിങ്ങിലാണെങ്കിലും അസസ്മെന്റുകൾ നടത്തുന്നതാണെങ്കിലും ടീച്ചർക്ക് ഓൺ ടെക്നിക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യം അത് എൻകറേജ് ചെയ്യുന്നു. മറ്റു വർക്കേഴ്സും സൂപ്പർവൈസറും എൻകറേജ് ചെയ്യുന്നു. പിന്നെ അവർക്ക് അവരുടെ ഐഡിയാസും വ്യൂസും ഈ പറയുന്ന സൂപ്പർവൈസറുടെ അടുത്തേക്കും മറ്റ് കോവർക്കേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗൈഡൻസ് കിട്ടും, നല്ലൊരു രീതിയാണ് ഇങ്ങനെ പഠിപ്പിച്ചത് നന്നായിരിക്കും എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ ഒരു രീതിയിൽ ആ ടീച്ചർക്ക് വളരാനായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ്. അതുകൊണ്ട് ക്രിയേറ്റീവ് സൂപ്പർവിഷനിൽ വരുന്നത് അവരുടെ ടാലൻസ് എക്സ്പ്രസ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്പേർട്ട് ഒരു പ്രൊഫഷണൽ ഗൈഡൻസും എല്ലാം കിട്ടുന്ന ഒരു രീതിയിലുള്ള സൂപ്പർവിഷനാണ് ക്രിയേറ്റീവ് സൂപ്പർവിഷൻ. അപ്പൊ പ്രിവെന്റീവ്, കൊയേഴ്സീവ്, ക്രിയേറ്റീവ്, പിന്നെ നമ്മള് കറക്റ്റീവ് സൂപ്പർവിഷൻ ഇത്രയും പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് കറക്റ്റീവും പ്രിവെന്റീവും ക്രിയേറ്റീവും സ്കൂളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തും സിറ്റുവേഷൻ അനുസരിച്ച് ഏതാണ് ആപ്റ്റ് അതിനനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കൊയേഴ്സീവ് മാത്രം അങ്ങനെ സ്കൂളുകളിൽ ഉപയോഗിക്കാറില്ല. അതൊരു അതോറിറ്റേറിയൻ കൺസെപ്റ്റ് ആണ്. കാരണം ടീച്ചർക്ക് അവിടെ ഫ്രീഡം ഇല്ല, അതാണ് അവരുടെ പ്രശ്നം. ഫ്രീഡം ഇല്ലാതെ വരുമ്പോൾ അവരൊട്ടും നല്ലൊരു ഔട്ട്പുട്ട് പുറത്തേക്ക് കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ അത് ഓവറോൾ കുട്ടികളുടെ പ്രോഗ്രസിനെ ബാധിക്കും, സ്കൂളിന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കും. നെക്സ്റ്റ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ. ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ ഫീൽഡിലാണ് ആദ്യം ഡെവലപ്പ് ചെയ്തു വന്നത്. മെഡിക്കൽ ഫീൽഡിലാണ് ക്ലിനിക്കൽ സൂപ്പർവിഷൻ ഡെവലപ്പ് ചെയ്തു വന്നത്. അതേ മെത്തേഡ് തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലേക്കും യൂസ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ഗോൾഡ്ഹാമർ ആൻഡ് കോഗൻ ഇവരാണ് ഈ ഒരു ടേം ക്ലിനിക്കൽ സൂപ്പർവിഷൻ മെഡിക്കൽ പ്രൊഫഷനിൽ നിന്ന് ഫോറോ ചെയ്തെടുത്തത്. അതായത് മെഡിക്കൽ ഫീൽഡിൽ നമുക്കറിയാം നിറയെ പ്രൊഫഷണൽസ് പ്രാക്ടീഷണേഴ്സ് ഉള്ള സ്ഥലമാണ്. ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ചില ന്യൂറോയിലാണെങ്കിൽ ചില യൂറോ ആയിരിക്കും, പിന്നെ ജനറൽ മെഡിസിൻ ആയിരിക്കും. അങ്ങനെ ഓരോ സ്കില്ലായിട്ട്. അപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷൻ എഡ്യൂക്കേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ടീച്ചറുടെ പെർഫോമൻസ് എന്താണോ അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു കൊളീഗ് ആയിരിക്കാം സൂപ്പർവൈസറായിട്ട് ആക്ട് ചെയ്തത്, അല്ലെങ്കിൽ HM ആയിരിക്കാം സൂപ്പർവൈസറായിട്ട് ആക്ട് ചെയ്തത്. ആ ടീച്ചറുടെ രീതികൾ ഒബ്സർവ് ചെയ്ത ഒരു ആള് ആ ടീച്ചർക്ക് വേണ്ടുന്ന സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യും. ഒരു അതായത് നമ്മൾ പറയില്ലേ ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത്, ഒരു മിറർ പോലെയാണ് അവിടെ സൂപ്പർവൈസർ. അതായത് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് നമ്മളെ ഗൈഡ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. നമുക്ക് എവിടെയെങ്കിലും കുറച്ചൊരു
വീക്ക്നെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്ട്രോങ് ആക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. അതാണ് ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ വരുന്നത്. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ മെഡിക്കൽ ഫീൽഡിലൊക്കെ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ഒക്കെ നടത്തുമ്പോൾ, സർജറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ടീം ടീമായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ടീം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അത് ടേക്ക് കെയർ ചെയ്യാനായിട്ട് അടുത്ത ആൾ അവിടെ എത്തും. ആ ഒരു രീതിയിൽ അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. അത് വലിയൊരു ടീമായിരിക്കും ഇത് ചെയ്യുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും ആൾക്ക് പോയി ഒറ്റയ്ക്ക് എല്ലാ എക്യുപ്മെന്റ്സും എടുക്കുന്നത്, അതിന് സപ്പോർട്ടിന് അങ്ങനെ ടീം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് അവരൊരു പ്രൊസീജിയർ ചെയ്യുന്നത്. ഇവിടെ ഇതാണ് ഒരു മിറർ പോലെയാണ് ഈ ഒരു സൂപ്പർവൈസർ ഇരിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നുള്ളത് ഇവിടെ ആപ്റ്റ് ആണ്. കാരണം ആ ഒരു കണ്ണാടി ആവശ്യമില്ല. ഈ ആള് ഇതെല്ലാം കണ്ടുപിടിച്ച് മനസ്സിലാക്കി ഈ ഒരു ടീച്ചറെ ഹെൽപ്പ് ചെയ്യും. ചില സ്കൂളുകളിൽ അല്ലെങ്കിൽ കോളേജുകളിൽ യൂണിവേഴ്സിറ്റികളിൽ ടീച്ചർ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് മോണിറ്റർ ചെയ്യാനായിട്ട് അവിടുത്തെ HOD അല്ലെങ്കിൽ HMO പ്രിൻസിപ്പളോ ആരെങ്കിലും വന്ന് ക്ലാസ് റൂമിൽ കുറച്ചു നേരം ഇരിക്കുമല്ലേ. ഇപ്പൊ പിന്നെ ക്യാമറയൊക്കെ ഉള്ളത് കൊണ്ട് പ്രിൻസിപ്പളിന് റൂമിലിരുന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടേണ്ടതാണെങ്കിൽ ഇടപെടാം. അങ്ങനെയുള്ള രീതികൾ. അങ്ങനെ ക്ലിനിക്കൽ സൂപ്പർവിഷൻ രീതി ഇതാണ്. അത് നല്ല രീതിയിൽ തന്നെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും നല്ല ക്ലാസ് റൂമിനെ നല്ലൊരു സക്സസ് രീതിയിലേക്ക് ആക്കി മാറ്റാനും നല്ലൊരു ഫ്രഷ് ആയിട്ട് ആ ഒരു ടീച്ചർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ക്ലാസ് റൂമിനെ സക്സസ്ഫുൾ ആക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ ക്ലിനിക്കൽ സൂപ്പർവിഷനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിന് 5 സ്റ്റേജസ് ഉണ്ടെന്നുള്ള രീതിയിൽ 5 സ്റ്റേജ് പറയുന്നുണ്ട്. ലാസ്റ്റ് സൂപ്പർവിഷൻ ആണിത്. അതിലെ 5 സ്റ്റേജസ് വേറെ ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒരു സെമിനാർ നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ സെമിനാർ എടുക്കണം. അപ്പൊ നെക്സ്റ്റ് ആഴ്ചയിലെ ക്ലാസ്സിൽ സെമിനാർ എടുക്കണം എന്ന് പറയുമ്പോഴേക്കും ആൻസിയോടാണ് ഞാൻ പറയുന്നത് വിചാരിച്ചു. ടോപ്പിക്കും കൊടുത്തു. അപ്പൊ ആൻസി എന്ത് ചെയ്യും? ആ ടോപ്പിക് പ്രിപ്പറേഷൻ നടത്തും അല്ലെ. മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്യും. അതായത് നമ്മൾ സെമിനാർ എടുക്കുന്നതിന് മുമ്പുള്ള ഒരു പ്ലാനിങ് ആണത്. പിന്നെ ആ ഡേ എത്തുമ്പോഴേക്കും അത് വന്ന് പ്രസന്റ് ചെയ്യും. ഇനി പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയാറ്? ഫീഡ്ബാക്ക് ആരെങ്കിലും ഒന്ന് പറയാമോ? അതിന്റെ പ്രോഗ്രസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യും അല്ലെ. പ്രോഗ്രസ് അനലൈസ് ചെയ്യും. പിന്നെ സ്കോർ ഇടേണ്ടതാണെങ്കിൽ സ്കോറും അവിടെ അസസ് ചെയ്ത് സ്കോർ ഇട്ടിട്ടുണ്ടാവും. ഇനി അതല്ല, ഈ സെമിനാർ ഇച്ചിരി കുറച്ച് ടഫാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആ സെമിനാർ എടുക്കാനായിട്ട് നമ്മള് ഇപ്പോ പല മെഷേഴ്സും നമുക്ക് എടുക്കാം. ഇന്റർനെറ്റ് ഫെസിലിറ്റീസ് എല്ലാം എടുക്കാം. അത് കൂടാതെ ഒരു ആളുടെ സപ്പോർട്ട്, ഗൈഡൻസ്, കൺസേൺ ടീച്ചറുടെ അടുത്ത് എനിക്ക് ഈ ടോപ്പിക്കാണ് സെമിനാർ എടുക്കണ്ടേ, അപ്പൊ ഞാൻ ഇത് ഏത് രീതിയിൽ എടുക്കണം, അങ്ങനെയുള്ള രീതിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ആക്ടിവിറ്റിയും ചിലപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ. അപ്പൊ അങ്ങനെ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് പ്രീ പ്ലാനിങ്ങും ഉണ്ടായിരിക്കും, പോസ്റ്റ് അനാലിസിസും ഉണ്ടായിരിക്കും അല്ലെ. കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ഒരു അനാലിസിസ്, ഇനി അത് റെഗുലർലി എടുക്കേണ്ട കുറെ കാര്യമാണെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ എടുക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഇത് തന്നെയാണ് ഈ 5 സ്റ്റേജസും പറയുന്നത്. ഓൾമോസ്റ്റ് ഈ 5 സ്റ്റേജസും ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഒബ്സർവേഷൻ. ടീച്ചർ മ്യൂട്ടാണ് ടീച്ചർ. ഓക്കെ, അപ്പൊ നമ്മള് ഓരോ സ്റ്റേജ് ആയിട്ട് പറയാൻ പോവുകയാണ്. ഈ ഒരു 5 സ്റ്റേജ് എങ്ങനെയാണ് ക്ലിനിക്കൽ സൂപ്പർവിഷനില് ഈ 5 സ്റ്റേജിൽ ഏതൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളത് നോക്കുമ്പോൾ കുറെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോ പറഞ്ഞു തന്നില്ലേ, ഒരു സെമിനാർ എടുക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കും, ക്ലാസ്സിൽ അത് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കും, ആഫ്റ്റർ സെമിനാർ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും, ഇനി ഫ്യൂച്ചറിൽ നമുക്കത് വീണ്ടും എടുക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഈ 5 സ്റ്റേജിൽ ശരിക്കും പറയുന്നത്. സ്റ്റേജ് 1 പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ്. ഞാൻ പൊതുവെ ഈ ഒരു ടോപ്പിക്കിൽ ക്വസ്റ്റ്യൻസ് ഇടാറില്ല കേട്ടോ. ഇത് നമുക്ക് ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ ഫെസിലിറ്റേറ്റർ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഈ ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ ഇങ്ങനെ 5 സ്റ്റേജസ് ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത്. അതേസമയം ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ,
സൂപ്പർവിഷന്റെ 7 C's അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് മാക്സിമം വരാറുണ്ട്. പ്രധാനമായിട്ടും ടൈപ്പ് ഓഫ് സൂപ്പർവിഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്. പിന്നെ പണ്ട് കാലത്തെ സൂപ്പർവിഷന്റെ രീതികൾ എന്തെങ്ങനെയായിരുന്നു അത് അങ്ങനെയുള്ളതും, പിന്നെ സൂപ്പർവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിവിജ്വലി യൂസ് ചെയ്യുന്ന ടെക്നിക്സും ഗ്രൂപ്പായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ 5 സ്റ്റേജസ് അങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ല, പക്ഷെ ആസ് എ ടീച്ചർ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്ന് മാത്രം. അത് നമ്മളെ ചിലപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യിക്കും. ഓക്കെ, പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ് ഫസ്റ്റ് വൺ. അതായത് നമ്മൾ ഈ ഒരു സെഷൻ എടുക്കാൻ പോകുന്നതിന് മുമ്പ്, നമ്മളൊരു ലെസൺ കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒരു ടീച്ചർ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം അല്ലെ. അതാണ് പ്രീ ഒബ്സർവേഷൻ ആൻഡ് കോൺഫറൻസ് എന്നുള്ള സ്റ്റേജിൽ വരുന്നത്. അതായത് മെന്റലി അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യണം. അത് മനസ്സിലിങ്ങനെ പറഞ്ഞു നോക്കണം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു 10 മിനിറ്റ് കൊണ്ട് സെമിനാർ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുന്ന ടോപ്പിക്കിന് 10 മിനിറ്റ്സിൽ എങ്ങനെ ബ്രീഫ് ചെയ്യാന്നുള്ളത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഒരു മിററിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു നോക്കും, നമ്മുടെ ബോഡി ലാംഗ്വേജ് കറക്റ്റ് ആണോ എന്നുള്ളത് സ്റ്റോപ്പ് ടൈമർ വെച്ചിട്ട് പറഞ്ഞു നോക്കും. കറക്റ്റ് 10 മിനിറ്റിൽ എനിക്കത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും പലരും സെമിനാർ എടുക്കാനായിട്ട് വന്നിട്ടുണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മെന്റലി റിസൈറ്റ് ചെയ്യുമ്പോൾ മെമ്മറൈസ് ചെയ്യുന്നു. ചില കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ പറഞ്ഞു നോക്കും. ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള ചില ഇയർ ആയിരിക്കും, ചില സ്ഥലങ്ങളുടെ പേരായിരിക്കും. ചിലപ്പോൾ നമുക്ക് ആ സമയത്ത് ആ പേര് കിട്ടാതെ വന്നാലും നോക്ക് നമ്മളത് ഓർക്കാൻ വേണ്ടി എന്തെങ്കിലും ടിപ്പൊക്കെ യൂസ് ചെയ്ത് അത് മനസ്സിൽ വിചാരിച്ചിരിക്കും. അത് നമ്മളുടെ മനസ്സിലുണ്ടാവും. ഞാനിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് എന്തെല്ലാം ഇതിൽ നിന്നും മനസ്സിലാകും, എന്ത് അവര് പഠിക്കും ഇതിൽ നിന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ലെസൺ പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കും. അതാണ് പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ടീച്ചർ ചെയ്യേണ്ട ജോലിയാട്ടോ. ടീച്ചറുടെ ഒരു ഡ്യൂട്ടിയാണ് ഇതെല്ലാം. സൂപ്പർവൈസറുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ മനസ്സിലാക്കണം ടീച്ചർ എന്താണ് പറയാൻ പോകുന്നത്, ടീച്ചറുടെ മൈൻഡിൽ എങ്ങനെയാണ്, ടീച്ചർ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലാരിഫൈ ചെയ്യും. അതിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യും. ടീച്ചർ ചിലപ്പോൾ എന്തെങ്കിലും പിക്ചേഴ്സ് കാണിച്ചിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ പിക്ചേഴ്സ് എങ്ങനെ കാണിക്കും, പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടാണ് അത് ഫിസിക്കലി തന്നെ കൊണ്ടുപോയി കാണിക്കുവാണ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഐഡിയാസും കാര്യങ്ങളും. പിന്നെ കുട്ടികളുടെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇതുമായി റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കാനും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് ഒരു ക്ലാരിറ്റി വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് സൂപ്പർവൈസറുടെ ജോലി. പിന്നെ പല കാര്യങ്ങളും ഇനി ചില കാര്യങ്ങളൊക്കെ തമ്മിലൊന്ന് ഡിസ്കസ് ചെയ്യും. ഇതൊന്ന് വീഡിയോ എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഏത് ഭാഗം റെക്കോർഡ് ചെയ്യണം, പിന്നെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും വേണം, കുട്ടികളുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും, മൂവ്മെന്റ് പാറ്റേൺ എങ്ങനെയായിരിക്കും, എന്തെങ്കിലും ആക്ടിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലാസ് റൂം ഒബ്സർവേഷൻ. അപ്പൊ നമ്മളിത് സെഷൻ എടുക്കുന്നതിന് മുമ്പുള്ള പ്രീ ഒബ്സർവേഷൻ കോൺഫറൻസിൽ പറഞ്ഞു. ഇനി ക്ലാസ് റൂം ഒബ്സർവേഷൻ, അതായത് ടീച്ചർ ക്ലാസ് എടുക്കുവാന്ന് വിചാരിച്ചു. ആ ലെസൺ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ജോലി അല്ലെ. കുട്ടികളുടെ മുന്നിലെത്തി ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. നല്ലതായിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്ത് വന്നല്ലോ ആദ്യത്തെ സ്റ്റേജിൽ, നല്ല രീതിയിൽ എടുക്കുന്നു. ഇനി സൂപ്പർവൈസറുടെ ടാസ്ക് അവിടെ എന്താണ്? ആ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുക. ക്ലാസ് റൂം ഒബ്സർവേഷൻ ഒബ്സർവ് ചെയ്ത് ഓൾറെഡി പ്ലാൻഡ് ആയ രീതിയിൽ തന്നെയാണോ പോയത്, അതോ ടീച്ചർ ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യാം, അപ്രീഷിയേറ്റ് ചെയ്യാം പിന്നീട്. പിന്നെ എന്തെങ്കിലും അവിടെ ഒരു ചലഞ്ച് ടീച്ചർ ഫേസ് ചെയ്തെങ്കിൽ അത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ടൈം ആ ചലഞ്ച് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പെട്ടെന്ന് കറണ്ട് പോയി കുട്ടികളും ടീച്ചറും ഡിസ്റ്റർബ്ഡ് ആയി അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാലോ. അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചലഞ്ച് ടീച്ചർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റേജിൽ സൂപ്പർവൈസർ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇനി ശരിക്കും ഇങ്ങനൊരു സൂപ്പർവൈസർ ഉണ്ടാവും നമ്മുടെ സ്കൂളുകളിലൊക്കെ, ഇങ്ങനെ ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ? HM പിന്നെ ചില സ്കൂളുകളിൽ കണ്ടിട്ടുണ്ടോ ഫ്ലോർ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാഫ് ഉണ്ടാവും. അതൊക്കെ സൂപ്പർവൈസിങ് ആണ് ചെയ്യുന്നത്. അതായത് ഫ്ലോർ മാനേജർ വേറൊന്നും അല്ല ചെയ്യാൻ പറ്റുക. അതായത് ഒരു ക്ലാസ് റൂമില്
ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഉണ്ടോ, ടീച്ചർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ടീച്ചർക്ക് എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ ശരിക്കും ആ ഒരു രീതിയിലുള്ള സൂപ്പർവൈസിങ് നടക്കുവാണ്. അതേസമയം എടുക്കുന്ന ലെക്ചേഴ്സ് ക്ലാസ്സിൽ ചിലപ്പോൾ ആ ഒരു ഫ്ലോർ മാനേജർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അതിന് പ്രൊഫഷണലി തന്നെ ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സോ അല്ലെങ്കിൽ HM ഡയറക്ട്ലിയോ തന്നെ ചെയ്യും. ചിലര് പുറത്തുനിന്ന് ഒരു ടീച്ചർ കോർഡിനേറ്റർ എന്ന് പറഞ്ഞ് ഒരാളെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഡിപ്പെൻഡിങ് ഓൺ ദ സ്കൂളിന്റെ ഒരു വലുപ്പം അനുസരിച്ച്. ചെറിയ സ്കൂളിലൊക്കെ HM തന്നെയായിരിക്കും. കോളേജുകളിലൊക്കെ HOD ഉണ്ടാകും. അത് പ്രിൻസിപ്പൽ ഒരാളായിരിക്കും. പല ഡിപ്പാർട്ട്മെന്റുകൾ കാണുമല്ലോ കോളേജുകളിലൊക്കെ. ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിനുള്ള ഹെഡ് ഉണ്ടായിരിക്കും. അവരെ ആയിരിക്കും ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ HODമാര് നേരെ പ്രിൻസിപ്പലിന്റെ അടുത്തായിരിക്കും. അങ്ങനെ ആ ഒരു ഹൈറാർക്കിയിലായിരിക്കും അവിടെയൊക്കെ കാര്യങ്ങൾ സൂപ്പർവൈസിങ് നടക്കുന്നത്. Okay, stage 3, data analysis and strategy. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്ന ലെസൺ അതുമായി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അതിനെ അനലൈസ് ചെയ്യുന്നു. കളക്ട് ചെയ്ത ഡേറ്റയും എടുത്ത മെത്തേഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നു. ഇനി ആ പ്ലാൻ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണോ, നെക്സ്റ്റ് സെഷൻ കുറച്ചുകൂടി ഡെവലപ്പ് ആക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേജ് 3 വരും. ഇനി സ്റ്റേജ് 4 കോൺഫറൻസ് സെഷൻ. ഞാൻ ടീച്ചേഴ്സ് ടാസ്കും സൂപ്പർവൈസർ ടാസ്കും ഒക്കെ ആയിട്ട് പറയുന്നുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ ജസ്റ്റ് വായിക്കാനുള്ളതേ ഉള്ളൂ. അതായത് ഈ സ്റ്റേജ് 4 കോൺഫറൻസ് സെഷൻ വരുമ്പോ ടീച്ചറും ഈ ഒരു സൂപ്പർവൈസറും തമ്മിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. കാരണം പരസ്പരം ബ്ലെയിം ചെയ്യുന്ന ഒരു രീതിയല്ല. നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു സൂപ്പർവൈസിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. ടീച്ചർ സ്വയം ഒന്ന് എക്സാമിൻ ചെയ്യാം, ഞാൻ എടുത്തത് ശരിയായോ. ഇപ്പൊ നിങ്ങൾ സെമിനാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഒരു അനാലിസിസ്, ഒരു ഇവാലുവേഷൻ നടത്താം. അത് ആ രീതിയിൽ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. നെക്സ്റ്റ് ലെസൺ എത്തുമ്പോൾ ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ പ്രാവശ്യം എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ പറ്റി, എന്റെ ശബ്ദം ഇടയ്ക്കൊന്ന് താന്നുപോയി, നെക്സ്റ്റ് ടൈം ക്ലാസ് എത്തുമ്പോൾ വോയിസ് കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, കറക്റ്റ് ആക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു സെൽഫ് അനാലിസിസ് നടത്താം. സൂപ്പർവൈസറുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്കുണ്ടായ ചലഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുക, ക്ലാരിറ്റി കൊടുക്കുക. അതാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ സെഷൻസ് എടുക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചില ടീച്ചർമാർക്ക് ചില മാനറിസങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിൽ അവരറിയാതെ വന്നു പോകുന്ന ചില ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സൂപ്പർവൈസർ ചെയ്യുന്നത്. ഇനി സ്റ്റേജ് 5 പോസ്റ്റ് കോൺഫറൻസ് അനാലിസിസ്. ഓക്കെ, ഇനി അത് ടീച്ചറുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണസ്റ്റ് ആയിട്ട് നല്ലൊരു ഫീഡ്ബാക്ക് സൂപ്പർവൈസർക്ക് കൊടുക്കുക. എങ്ങനെയായിരുന്നു ആ സൂപ്പർവൈസൻ സൈക്കിൾ, സ്റ്റേജ് 1 തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് പോയത്, ആ രീതിയിൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക. സൂപ്പർവൈസർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സൂപ്പർവൈഷൻ അത് നടന്ന സമയത്ത് ഈ വ്യക്തിയുടെ പെർഫോമൻസ് നല്ല രീതിയിൽ എക്സാമിൻ ചെയ്യാൻ, എന്നിട്ട് ആൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങൾ അഡ്രസ് ചെയ്യണം അങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുക്കും. അത് ടീച്ചറെ വളരെയധികം ഇൻവോൾവ് ആക്കിക്കൊണ്ട് വേണം. ഫുള്ളി ആള് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. ടീച്ചർ പാസീവായി പോകരുത്, ടീച്ചർ ആക്റ്റീവായിട്ട് തന്നെയായിരിക്കണം. പിന്നെ അടുത്ത കാര്യത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ സെമിനാർ എടുക്കുമ്പോൾ തന്നെയും ഫീഡ്ബാക്ക് പറയുന്നു, ഒരാള് ടീച്ചർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ടീച്ചർ ആഡ് ചെയ്യുന്നു, കുറച്ചുകൂടെ അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ക്രിട്ടിക്കലായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒരു ഫീഡ്ബാക്ക് പറയാറുണ്ടല്ലേ. ഇത്രയൊക്കെയാണ് ആ ഒരു സ്റ്റേജസ് വരുന്നത്. ക്ലിനിക്കൽ സൂപ്പർവിഷനിലെ സ്റ്റേജ് ഇത് തന്നെ എല്ലാ സൂപ്പർവിഷന്റെയും ഏകദേശം ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രയോറിറ്റി ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഈ രീതിയിലുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പൊ ക്ലിനിക്കലിൽ ഉള്ള കാര്യം, മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യം, ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിന് യൂസ് ചെയ്യാം. ഇനി
ഇതൊക്കെ നമ്മൾ ജനറലി സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞു. ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ, സൂപ്പർവിഷന്റെ പർപ്പസ്, സൂപ്പർവിഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ, സൂപ്പർവിഷന്റെ 7 C's പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പൊ ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ ആ ഒരു 5 സ്റ്റേജും നമ്മൾ പറഞ്ഞു. ഇനി മോഡേൺ സൂപ്പർവിഷൻ, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൂപ്പർവിഷന് എന്തെല്ലാം ചേഞ്ചസ് എന്നുള്ള രീതിയിലാണ് നെക്സ്റ്റ്. അതിലെ ഫസ്റ്റ് പോയിന്റ് കിടക്കുന്നത് പേജ് നമ്പർ 87 എന്ന് പറഞ്ഞു കാണാം. Modern supervision is democratic and cooperative in spirit and organization. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സൂപ്പർവിഷൻ എങ്ങനെയാണ്? മോഡേൺ സൂപ്പർവിഷൻ അത് ഡെമോക്രാറ്റിക് ആണ്, ഓട്ടോക്രാറ്റിക് അല്ല, ഡെമോക്രാറ്റിക് ആണ്. അതായത് ഫ്ലെക്സിബിൾ ആണ്, വളരെയധികം കോപ്പറേറ്റീവ് സഹകരണമുള്ള ഒരു രീതിയാണ് ഒരു ഓർഗനൈസേഷൻ. അതാണ് മോഡേൺ സൂപ്പർവിഷൻ. വളരെ ക്രിയേറ്റീവ് ആണ്, കോപ്പറേറ്റീവ് ആണ്. അതായത് പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു രീതി തന്നെയാണ്. അതല്ലാതെ ഒരാള് മുകളിൽ കയറിയിരുന്ന് ബാക്കിയുള്ളവരോട് ഓർഡർ ഇടുന്ന രീതിയല്ല മോഡേൺ സൂപ്പർവിഷൻ. ഇവിടെ ടീച്ചേഴ്സ്, കുട്ടികൾ, പീപ്പിൾ, പാരന്റ്സ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, അങ്ങനെ എല്ലാവരും ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാര്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാവരും വരും. ആരാണോ അതിനെ ട്രിഗർ ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്, അവരെ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ വരുന്ന ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസസ് ആണ് മോഡേൺ സൂപ്പർവിഷൻ. മോർ കോപ്പറേറ്റീവ് എഫക്ട്, മോർ കൺസ്ട്രക്റ്റീവ് സജഷൻസ്. കൺസ്ട്രക്റ്റീവ് സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വളരെ ക്രിയേറ്റീവ് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് വരുന്ന രീതിയിലുള്ള സജഷൻസ്, അല്ലാണ്ട് കുറ്റപ്പെടുത്തുന്ന രീതിയല്ല. ഗ്രേറ്റർ ഫീലിങ്സ് ഓഫ് വീനെസ്, വൺനെസ്, അല്ലെ? ആ ഒരു വി ഫീൽ തോന്നണം, ഞങ്ങളെല്ലാം ഒന്നാണെന്നുള്ളൊരു വി ഫീൽ. അല്ലാതെ ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ് അതുകൊണ്ട് ഞാനാണ് സുപ്പീരിയർ എന്നുള്ള രീതിയല്ല. ഒരു വീനെസ്, ഒരു വൺനെസ്, ഒരു നല്ലൊരു ഫീല്. അതുപോലെ തന്നെ ഗോൾസ്, ലക്ഷ്യത്തിലേക്ക്, അത് അവന്റെ പണിയല്ലേ, അവൻ ചെയ്യട്ടെ എന്നല്ല, എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്ന ആ ഒരു ഫീൽ, ഒരു ജോയിന്റ് ഗോൾ എന്നുള്ള ഫീല് വരണം. പിന്നെ ബാക്കി ഫർദർ ഒഫീഷ്യൽ കാര്യങ്ങളെല്ലാം, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് എല്ലാം വരും. സൂപ്പർവൈസർ എന്ന് പറയുന്നത് കൂടുതലും എബിലിറ്റീസ്, ആളുകളുടെ കഴിവുകൾ, പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിലാണ്. അല്ലാതെ ആർക്ക് കയറി അഡ്വൈസ് കൊടുക്കുന്ന പരിപാടിയാണ്. ഉപദേശം എന്നുള്ളത് സൂപ്പർവിഷനിൽ ഇല്ല. പിന്നെ അദ്ദേഹം എന്തെങ്കിലും കുറവുകള്, എറേഴ്സ്, മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാൽ അതെല്ലാം നോട്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യും. അത് ആർക്കും പെയിൻ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ റെക്ടിഫൈ ചെയ്യും. ഒരു ഗൈഡൻസ്, അദ്ദേഹത്തിന്റെ വർക്കില് വളരെ ക്ലിയർ ആയിട്ട്, കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ആ കാര്യം ചെയ്യും ഈ സൂപ്പർവൈസർ. അതാണ് മോഡേൺ സൂപ്പർവിഷൻ. ഡെമോക്രാറ്റിക് ആണ്, കോപ്പറേറ്റീവ് ആണെന്ന് പറയുന്നത്. ഒരു വൺനെസ്, വി ഫീൽ, വീനെസ് എല്ലാം വരുന്നത്. ഇനി അതിന്റെ സെക്കൻഡ് പോയിന്റ് വരുന്നത് പേജ് നമ്പർ 84. 2 എന്ന് പറഞ്ഞ മോഡേൺ സൂപ്പർവിഷൻ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ മെയിൻ്റനൻസ് ഓഫ് സാറ്റിസ്ഫാക്ടറി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് കൊഹിസീവ്നെസ്, ഒറ്റവാക്കി പറയുവാണെങ്കിൽ കൊഹിസീവ്നെസ്, അതായത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്, സ്റ്റിക്കിംഗ് ടുഗദർ, ഒരുമിച്ചിരിക്കുന്ന ഒരിതാണ് മോഡേൺ സൂപ്പർവിഷൻ. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഒറ്റ വേർഡിൽ പറഞ്ഞതാണ് കൊഹിസീവ്നെസ് എന്ന് പറയുന്നത്. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്തായിരുന്നു മുൻപ് കണ്ടത്? കോപ്പറേഷൻ, അല്ലെ? എല്ലാവരും കൂടെ ഒരുമിച്ചാകുന്ന ഒരു അവസ്ഥ, അതാണ് കൊഹിസീവ്നെസ്. ഒരു ഗ്രൂപ്പ് വർക്കിന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഹ്യൂമൻ റിലേഷൻസിന്റെ ക്വാളിറ്റി. പേജ് നമ്പർ 84. മേ ബി ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളുടെ ഈ ടെക്സ്റ്റിലെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പേജ് മാറിപ്പോയി. ഞാൻ കറക്റ്റ് ആയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊക്കെ എവിടെയാണെന്നുള്ളത്. അതാണ് ഇന്ന് എടുക്കുന്നത്. ഇതിലെ ഫസ്റ്റ് പോയിന്റ് പേജ് നമ്പർ 87 എ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ മോഡേൺ സൂപ്പർവിഷൻ ഇസ് ഡെമോക്രാറ്റിക് ആൻഡ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു. സെക്കൻഡ് പോയിന്റ് കൊഹിസീവ്നെസ്. മോഡേൺ സൂപ്പർവിഷൻ കൊഹിസീവ്നെസ് ആണ്, സാറ്റിസ്ഫാക്ടറി, നല്ല രീതിയിൽ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സൂപ്പർവൈസർ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഫീലിംഗ്,
ഒരാളിനെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യുന്നില്ല. ഗ്രൂപ്പിന്റെ ഫീലിങ്സ്, ഗ്രൂപ്പിന്റെ മൊറൈൽ, ഗ്രൂപ്പിന്റെ കൊഹസീവ്നെസ്, അവരൊരുമിച്ച് ചേർന്നുള്ള ആ ഒരു ബോണ്ടിങ്, ഇതൊക്കെയാണ് മോഡേൺ സൂപ്പർവിഷനിൽ കാണുന്നത്. പിന്നെ മോഡേൺ സൂപ്പർവിഷൻ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റീവ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷനാണ് പലപ്പോഴും. നമ്മളിപ്പോ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ വരും, മിസ്അണ്ടർസ്റ്റാൻഡിങ്. നല്ല പ്ലാനിങ്ങിന് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. അല്ലെങ്കിൽ മാരേജ് ഒക്കെ വരുമ്പോ കാണാറില്ലേ, നമ്മൾ ചിലപ്പോൾ ചില ആളുകൾ ഇവന്റ് മാനേജ്മെന്റ് ഏൽപ്പിക്കും. അങ്ങനെ അത്ര പറ്റാത്തവരെന്താ ചെയ്യുന്നത്, നിറയെ റിലേറ്റീവ്സ് ഉണ്ടായിരിക്കും, കുറെ കസിൻസ് ഉണ്ടായിരിക്കും, കുറെ പണികൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോരോ ടാസ്ക് ആയിട്ട് ഓരോരുത്തർ ഏൽപ്പിക്കും. അപ്പോ ഏൽപ്പിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് അത് എഫക്റ്റീവായിട്ട് പ്ലാനിങ് നടക്കുള്ളൂ. ശരിയല്ലേ? മുല്ലപ്പൂ കൊണ്ടുവരാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടാകും, പക്ഷെ അയാളോട് കറക്റ്റ് പറയണം ഏത് കടയാണ്, എത്ര മണിക്ക് പോയി എടുക്കണം എന്നുള്ളത്. പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കണം. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ അത് പ്ലാനിങ് തകർന്നു പോകും. അതാണ് അവിടെ വേണ്ടത്. കമ്മ്യൂണിക്കേറ്റീവ് ആയിരിക്കണം മോഡേൺ സൂപ്പർവിഷൻ, എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നെക്സ്റ്റ്, മോഡേൺ സൂപ്പർവിഷൻ ഈസ് കോംപ്രിഹെൻസീവ് ഇൻ സ്കോപ്പ്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻക്ലൂഡിങ് ഓൾ അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് എവറിത്തിങ്, എല്ലാം കൂടെ ചേരുന്നത്. അതാണ് കോംപ്രിഹെൻസീവ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാകും. അക്കാദമിക് പ്രോഗ്രാംസും ഉണ്ടാവും, നോൺ അക്കാദമിക് പ്രോഗ്രാംസും ഉണ്ടാവും. എല്ലാം കൂടെ കോംപ്രിഹെൻസ് ആക്കുന്ന ഒന്നാണ്, ഒരുമിച്ച് ചേർക്കുന്നതാണ് മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നെഗ്ലെ എത്ത് എൽസ്. കാരണം അതൊരു അനാലിസിസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. റോദർ പോലെ പല കാര്യങ്ങൾ എഴുതുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. മോഡേൺ സൂപ്പർവിഷൻ എൻസർക്കിൾസ് ദ ടോട്ടൽ സ്കൂൾ പ്രോഗ്രാംസ് ആൻഡ് necessitates suitable articulation, joining, അതാണ് മീനിങ്, through all the supervisory agencies. അവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിനെയും ഒരുമിച്ച് ചേർത്ത് ജോയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അതാണ് മോഡേൺ സൂപ്പർവിഷനിൽ നടക്കേണ്ടത്. സോ അത് കോംപ്രിഹെൻസീവ്, ഇൻക്ലൂഡിങ് ഓൾ ഓർ എവറിത്തിങ്, എല്ലാം കൂടെ ചെയ്യുന്നത്. അപ്പൊ സൂപ്പർവിഷൻ, ടുഡേ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ലേണിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ആണ് ചെയ്യുന്നത്. എല്ലാം കുട്ടികളെ പഠിപ്പിക്കാന്ന് മാത്രമല്ല ഒരു സ്കൂളിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതിനെ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കുക, കോംപ്രിഹെൻസീവ് ആക്കുക. ട്രഡീഷണൽ ക്ലാസ് റൂം സിറ്റുവേഷനിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന ഒരു രീതിയാണ് മോഡേൺ സൂപ്പർവിഷൻ. അവിടെ ടീച്ചർക്കല്ല പ്രയോറിറ്റി, കുട്ടികൾക്കും മാത്രമല്ല പ്രയോറിറ്റി, എല്ലാരെയും ഒരുപോലെ സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളതാണ് മോഡേൺ സൂപ്പർവിഷൻ പറയുന്നത്. ഇനി മോഡേൺ സൂപ്പർവിഷൻ ഈസ് ക്രിയേറ്റീവ്. നമുക്ക് വേണമെങ്കിൽ ഇതും സീസ് ആയിട്ട് പറയാല്ലേ. അതായത് സെക്കൻഡ് വണ്ണിലെ സി കൊഹസീവ്നെസ് ആയിരുന്നു, മൂന്നാമത്തേല് സി കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു, നാലാമത്തെ സി എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻസീവ് ആയിരുന്നു. അവിടെയൊക്കെ നമുക്ക് കറക്റ്റ് ആ സൂപ്പർവിഷന്റെ സി പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ സി, മറ്റേ ആദ്യം സൂപ്പർവിഷന്റെ ജനറലി സൂപ്പർവിഷന്റെ 7C പറഞ്ഞപ്പോ മോഡേൺ സൂപ്പർവിഷനിൽ നിന്ന് നമുക്ക് സീസ് എടുക്കാനായിട്ട് പറ്റും. ആദ്യത്തെ സി ആയിട്ട് കണക്റ്റഡ് ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. കോപ്പറേറ്റീവ്, അവിടെയും ഒരു സി ഉണ്ട് അല്ലെ. ഫോർത്ത് വണ്ണിന്റെ കോംപ്രിഹെൻസീവ്, ഫിഫ്ത്ത് വണ്ണിന്റെ ക്രിയേറ്റീവ്, ക്രിയേറ്റിവിറ്റി. അതായത് ഓരോ ടീച്ചേഴ്സിനും പല രീതിയിലുള്ള ടാലൻസ് ഉണ്ട്. അവരുടെ ടാലൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, ട്രിഗർ ചെയ്യുക, അവരെ എൻകറേജ് ചെയ്യിക്കുക, അവരെ മാക്സിമം അതിനുള്ള പ്ലാറ്റ്ഫോം അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. ചില ടീച്ചേഴ്സിന് നല്ല രീതിയിൽ മാത്സ് എടുക്കുന്ന ടീച്ചർക്ക് ചിലപ്പോൾ നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ അറിയാമായിരിക്കും, അല്ലെങ്കിൽ യോഗ ചെയ്യാൻ അറിയാമായിരിക്കും. സോ ആ ടീച്ചർക്ക് അതിനൊരു സ്പേസ് കൊടുക്കുക, അതിനായിട്ട് അവർക്ക് അതിനുള്ള അപ്രൈസൽ കൊടുക്കണം കേട്ടോ. മീൻസ് പേയ്മെന്റ് ആണെങ്കിൽ പേയ്മെന്റ് ആ രീതിയിൽ കൊടുക്കണം, എക്സ്ട്രാ ഒരു വർക്ക് ചെയ്യുവാണെങ്കിൽ. അങ്ങനെ അവരെല്ലാം ട്രിഗർ ചെയ്യുക, അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതാണ് മോഡേൺ സൂപ്പർവിഷൻ ഈസ് ക്രിയേറ്റീവ്.
ട്രഡീഷണൽ ക്ലാസ് റൂം ഒക്കെ മാറി വരിക എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ഒക്കെ വരണമല്ലോ. ഈ മോഡേൺ സൂപ്പർവിഷൻ ഈസ് സയന്റിഫിക്. അവിടെ ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി, അവിടുത്തെ സി അതാണ്, ക്രിട്ടിക്കൽ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നു. സർവേസ്, സോട്ട് അനാലിസിസ്, ആക്ഷൻ റിസർച്ച്, എക്സ്പെരിമെന്റേഷൻ എക്സെട്ര ഇതെല്ലാം യൂസ് ചെയ്യുന്നു പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട്, കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ട്. ടീച്ചേഴ്സ് ക്രിട്ടിക്കലി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി തിങ്ക് ചെയ്യും. നെക്സ്റ്റ് ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ മോഡേൺ സൂപ്പർവിഷൻ. ഞാൻ ഒന്നുകൂടെ ഇത് പറയൂ കേട്ടോ, ഈ 7 പോയിന്റ്സ് ഞാനിതൊന്ന് പറഞ്ഞു വെക്കട്ടെ. ഇവിടെ ഈ നെഗ്ലക്ട് എല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു ഡെഫിനേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത്. സെൽഫ് ക്രിറ്റിസിസം അതാണ് ഇതിനകത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. ഓട്ടോ ക്രിട്ടിക്കൽ. ആസ് എ ടീച്ചർ നമ്മൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല, ആസ് എ ടീച്ചർ എന്നല്ല ആസ് എ പേഴ്സൺ നമുക്ക് യാതൊരു റൈറ്റും ഇല്ല വേറൊരാളെ പോയി ക്രിട്ടിസൈസ് ചെയ്യാൻ, വേറൊരാളെ പോയി അനലൈസ് ചെയ്യാൻ, വേറൊരാളെ ജഡ്ജ് ചെയ്യാൻ. നമ്മൾ ഓൾവേസ് നമ്മളെ അനലൈസ് ചെയ്യണം, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളെ ജഡ്ജ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ ഡെവലപ്പ് ആവുള്ളൂ. അതാണ് ഇതിൽ പറയുന്ന ഓട്ടോ ക്രിട്ടിക്കൽ. സെൽഫ് ക്രിറ്റിസിസം മോഡേൺ സൂപ്പർവിഷൻ ഈസ് എക്സ്പെരിമെന്റൽ ആൻഡ് ഓട്ടോ ക്രിട്ടിക്കൽ ഇൻ നേച്ചർ. ടീച്ചേഴ്സ് ആ രീതിയിൽ മുന്നോട്ട് വരുന്നത് പറയുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ രീതികളെയും ഇവാലുവേറ്റ് ചെയ്യണം, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. ഈ ഒരു മെത്തേഡ് തന്നെ മതിയോ, അടുത്തയിലേക്ക് പോകണ്ടേ, അങ്ങനെയുള്ള രീതിയിൽ ഓട്ടോ ക്രിട്ടിക്കൽ സെൽഫ് ക്രിറ്റിസിസം ആണ് ഇതിൽ വരുന്നത്. അത് ശരിക്കും ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇതൊക്കെയാണ് മോഡേൺ സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ സൂപ്പർവിഷന്റെ 7 C's എന്തൊക്കെയായിരുന്നു ആർക്കെങ്കിലും പറയാമോ? 7 C's ഓഫ് സൂപ്പർവിഷൻ ജനറലി പറഞ്ഞ 7 C's. Conversation, പറഞ്ഞോടാ. context, complexity, creativity, caution, care. യെസ്. ആ 7 സെന്റൻസ് കൂടെ കണക്ട് ചെയ്തൊരു ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റൂ? നല്ല രീതിയിൽ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോ ചിലപ്പം സംസാരിക്കുന്ന സമയത്ത് ചില വ്യക്തി പറയുന്ന കാര്യങ്ങളല്ലാതെ അങ്ങനെ ഉള്ളിൽ വെക്കുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി വരും. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ എക്സ്പ്രസ് ആയിട്ട് വരും. ഇപ്പൊ കോംപ്ലക്സിറ്റി കുറയും, നല്ല ക്ലാരിറ്റി ആവും കാര്യങ്ങളെ കുറിച്ച്. അത് കഴിയുമ്പോൾ പിന്നെന്താ പറയുക, നല്ല ക്ലാരിറ്റി വരുന്നു. ദെൻ ക്രിയേറ്റിവിറ്റി. പിന്നെ ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെ നമ്മൾ കോഷൻ ശ്രദ്ധിക്കണം. നമ്മൾ ആസ് എ സൂപ്പർവൈസർ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം, പിന്നെ കെയർ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂപ്പർവിഷനിൽ ജനറൽ ആയിട്ട് 7 C പറഞ്ഞു. ഈ മോഡേൺ സൂപ്പർവിഷനിൽ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത C's എന്തൊക്കെയാണെന്ന് പറയാമോ? ചിലപ്പോ സിയോട് ചേർന്ന് വേറെയും പോയിന്റ് ഉണ്ടായിരിക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് കോപ്പറേറ്റീവ്, ഡെമോക്രാറ്റിക്, കോപ്പറേറ്റീവ് അല്ലേ? ഡെമോക്രാറ്റിക് അതായത് ഫ്ലെക്സിബിൾ ആണ്, എല്ലാവർക്കും തുല്യത തരുന്ന ഒരു കാര്യം, പരസ്പര സഹകരണം. ഇതാണ് മോഡേൺ സൂപ്പർവിഷനിൽ നമ്മൾ ആദ്യം കണ്ടത്. സെക്കൻഡ് പോയിന്റ് ആയിട്ട് വന്നത് കോഹസീവ്നെസ്. എല്ലാരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു, നല്ല ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, സാറ്റിസ്ഫാക്ടറി ആയിട്ട്. ഇതൊക്കെ സമാധാനപരമായ ഒരു കൊഹസീവ്നെസ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. മൂന്നാമത്തത് കമ്മ്യൂണിക്കേഷൻ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെ? എന്നാൽ മാത്രമാണ് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് പറ്റുള്ളൂ. ഇനി ഫോർത്ത് C എന്തായിരുന്നു ഇതിനകത്ത്? കോംപ്രിഹെൻസീവ്. വെരി ഗുഡ്. കോംപ്രിഹെൻസീവ്, എല്ലാ കാര്യങ്ങളും കൂടെ ഒരുമിച്ച് ചേർക്കുന്നത്. അക്കാദമിക് പ്രോഗ്രാം ആണെങ്കിലും നോൺ അക്കാദമിക് പ്രോഗ്രാം ആണെങ്കിലും എല്ലാം ഒരുമിച്ച് ചേർക്കും. കുട്ടികളുടെ പഠിത്തത്തിന് മാത്രമല്ല നമ്മൾ അവിടെ പ്രാധാന്യം കൊടുക്കുന്നത്, ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാ ഏരിയയിലും ഡെവലപ്മെന്റ്, ഇംപ്രൂവിങ്, അതർ ആക്ടിവിറ്റീസ് എല്ലാം കൂടെ ചേർന്നത് കോംപ്രിഹെൻസീവ്. ഫിഫ്ത് വൺ ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് ടാലൻസ് ഉള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഇവരെ ട്രിഗർ ചെയ്യുക, അവരെ ഇൻസ്പയർ ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം ഉപയോഗിക്കാനായിട്ട് പറ്റണം. ക്രിയേറ്റീവ് ആൻഡ്
റിസോഴ്സ്ഫുൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു സൂപ്പർവൈസർ. നെക്സ്റ്റ് മോഡേൺ സൂപ്പർവൈസേഷൻ ഈസ് സയന്റിഫിക് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ക്രിട്ടിക്കലി കൺസ്ട്രക്റ്റീവിറ്റി. സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യണം. സർവേസ്, സോട്ട് അനാലിസിസ്, എക്സ്പെരിമെന്റേഷൻ, അങ്ങനെ എല്ലാം നോക്കി പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യണം. ടീച്ചേഴ്സ് ക്രിട്ടിക്കലി കൺസ്ട്രക്റ്റീവ്ലി തിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞു. 7th വൺ സെൽഫ് ക്രിറ്റിസിസം, ഓട്ടോ ക്രിട്ടിക്കൽ അല്ലെ, നമ്മൾ സ്വയം അനലൈസ് ചെയ്യണം. ചെയ്ത കാര്യങ്ങൾ ഇത് ശരിയായ മെത്തേഡാണോ, ഇതിലും നല്ല മാർഗങ്ങൾ ഉപയോഗിക്കണോ, അങ്ങനെയൊക്കെ ചെയ്ത പ്രോസസ്സിനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം, അസസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് മാറിപ്പോയ പേജുകൾ നമ്മളിപ്പോ കറക്റ്റ് ചെയ്തു അല്ലെ, ശരിയല്ലേ? 7 C's പറഞ്ഞു, ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ പറഞ്ഞു, പിന്നെ മോഡേൺ സൂപ്പർവിഷനെയും നമ്മൾ 7 C's ആയിട്ട് കണക്ട് ചെയ്തു. പഠിക്കാൻ എളുപ്പമായില്ലേ? സബ്ജക്റ്റിന്റെ ഒരു ഡ്രൈനസ് കൊണ്ടാണ് മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആണെന്ന് എനിക്കറിയില്ല, ആ ഒരു ഐഡിയ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട്. ഇനി മറ്റേ മോഡേൺ സൂപ്പർവിഷൻ പേജ് നമ്പർ 86 ചേഞ്ചിങ് ദ കോൺസെപ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ, ആ പോയിന്റും കൂടെ ഉണ്ടായി. ഞാനത് ചേഞ്ചിങ് കൺസെപ്റ്റ് ഇൻ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്നുള്ളത് നമ്മൾ മോഡേൺ സൂപ്പർവിഷന്റെ ഈ 7 പോയിന്റ്സ് പറഞ്ഞില്ലേ, അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇതെല്ലാം ലൈൻ ബൈ ലൈൻ പറയാൻ പറ്റില്ല, മെയിൻ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഇതിനകത്ത് നെഗ്ലേറ്റലിന്റെ കുറെ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ഈ സൂപ്പർവിഷനിൽ കുറെ കണ്ടത് കേട്ടോ. കുറെ പേര് സൂപ്പർവിഷനെ കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. മോഡേൺ സൂപ്പർവിഷൻ ഫൈനസ്റ്റ് ആണ്, ഡൈനമിക്കും അതുപോലെ തന്നെ ഡെമോക്രാറ്റിക്കും ആണ്. ഡൈനമിക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആണ്, സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല, ഒരേ കാര്യം തന്നെയല്ല ചെയ്യുന്നത്. അവര് കാലത്തിനനുസരിച്ച് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അത് ഡൈനമിക് ആണ്, ഡെമോക്രാറ്റിക് ആണ്. എല്ലാവർക്കും അവിടെ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. നല്ല രീതിയിലുള്ള ലീഡർഷിപ്പാണ്. പിന്നെ അത് എല്ലാ ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാരന്റ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം വരുന്നുണ്ട്. എല്ലാ ഇൻഡിവിജ്വൽസിനെയും ഈക്വൽ ആയിട്ട് എല്ലാവർക്കും എല്ലാ പരിഗണനയും കൊടുക്കുന്നു. എല്ലാവരുടെയും യുണീക്ക് ആയിട്ടുള്ള കപ്പാസിറ്റി ഒക്കെ നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തു. ഓരോ ആളുകളുടെയും ഓരോ വ്യക്തിയുടെയും പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു. പിന്നെ മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോസഫി ഓഫ് ഡെമോക്രസി ആണ്, സൈക്കോളജി ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, പ്രൊഫഷണൽ ലീഡർഷിപ്പ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു എനർജി സോഴ്സ് ആണ് മോഡേൺ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അത് 1 by 1 ആയിട്ട് നമ്മളിപ്പോ 7 എണ്ണം അതിന്റെ കാര്യം പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ എന്ന് പറയാൻ വിട്ടുപോയി മാത്രമേ ഉള്ളൂ. അപ്പോ അത് നല്ലൊരു സൈക്കോളജി ഉള്ള ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ്. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ആളുകൾ തമ്മിൽ നല്ലൊരു ബന്ധം. പ്രൊഫഷണൽ ലീഡർഷിപ്പ്, പ്രൊഫഷണലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് നമ്മളെ ഗൈഡ് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, ലീഡ് ചെയ്യുന്നു. പിന്നെ അങ്ങനെ എല്ലാം കൂടി ചേർന്ന് ഒരു എനർജറ്റിക് സോഴ്സ് ആയിട്ട് മാറുവാണ് മോഡേൺ സൂപ്പർവിഷൻ. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി എടുക്കാനുള്ള പോർഷൻ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ, പേജ് നമ്പർ 93. നമ്മളൊന്നും സ്കിപ്പ് ആയിട്ടില്ല, ഒന്ന് വെരിഫൈ ചെയ്തേക്കണേ. എല്ലാം പറഞ്ഞു പോകുന്നതാണ്. നമ്മൾ സൂപ്പർവിഷന്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, 19ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. പിന്നെ പല ഓതേഴ്സും സൂപ്പർവിഷന് കൊടുത്ത ഡെഫിനേഷൻസ് പറഞ്ഞു. പിന്നെ സൂപ്പർവിഷന്റെ പർപ്പസ് പറഞ്ഞു, ബേസിക് പ്രിൻസിപ്പിൾസ്, 7 C's പറഞ്ഞു, ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ പറഞ്ഞു. അതിലെ ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ 5 സ്റ്റേജസ്, മെഡിക്കൽ ഫീൽഡിലെ 5 സ്റ്റേജസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മളത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സുമായിട്ട് കമ്പയർ ചെയ്തു. ദെൻ മോഡേൺ സൂപ്പർവിഷന്റെ ഇതുപോലെ തന്നെ 7 ഫാക്ടേഴ്സ് പറഞ്ഞു. അതിനെ നമ്മൾ സീസ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇനി നമുക്ക് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ എല്ലാം കഴിഞ്ഞല്ലോ. ബാക്കി ഇടയ്ക്കൊന്നും ഞാനൊന്നും സ്കിപ്പ് ചെയ്തിട്ടില്ലെന്ന് എന്റെ ഒരു ഓർമ്മ. ഈ പേജ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതുകൊണ്ടൊരു കൺഫ്യൂഷൻ കൊണ്ട് ചോദിച്ചാണ്. നെക്സ്റ്റ് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ, സൂപ്പർവിഷൻ എന്താന്ന് നമുക്ക് അറിയാം അല്ലെ? പ്രൊഫഷണലി നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആള് മറ്റ് ടീം മെമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, അവരെ മെന്റർ ചെയ്യുന്നു, അവർക്ക് ആവശ്യമുള്ള ഏരിയയിൽ അവരുടെ കൂടെ നിൽക്കുന്നു, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരുടെ ടാലൻസ് കണ്ടെത്തി അതിനെ വളർത്താനായിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഓവറോൾ നല്ലൊരു
പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ സ്കൂളിൽ നിന്നും പാസ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ സ്കൂൾ ഡെവലപ്പ് ചെയ്യുന്നു. ഇതാണ് അക്ഷൻ സൂപ്പർവിഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്താണെന്നുള്ളതാണ്. ഈ ടെക്നിക്സ് ഇൻഡിവിജ്വൽ ടെക്നിക്സും ഉണ്ട്, ഗ്രൂപ്പ് ടെക്നിക്സും ഉണ്ട്. അതായത് ഒരു ടീച്ചറെ മാത്രം ഒരു ടീച്ചർ സെമിനാർ എടുക്കാൻ നിർത്തുക അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ടെക്നിക്സ് ആയിരുന്നു അല്ലെ. ആ ക്ലാസ് റൂമിലിരുന്ന് ടീച്ചറെ ഒബ്സർവ് ചെയ്യുന്നതും ടീച്ചർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ഇൻഡിവിജ്വലി ആയിരുന്നു. ഇനി ഗ്രൂപ്പ് ആയിട്ടുള്ളത് ഉണ്ടാവും. ടീച്ചേഴ്സിനെ എല്ലാം കൂടെ ചേർത്തിരുത്തിയിട്ട് ക്ലാസ് കൊടുക്കില്ലേ, അവരെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാംസ് ക്ലാസ്സുകൾ മിക്ക സ്കൂളുകളിലും വെക്കേഷനിലൊക്കെ നടന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ അതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സ് ആണ്. ടീച്ചർമാരെയും കൊണ്ട് ഒരു ട്രിപ്പ് പോവുക, ഒരു ഭക്ഷണം കഴിക്കാൻ പോവുക, അതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സിൽ വരും. അവരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡൊക്കെ ആയിരിക്കും അത്. ടീച്ചേഴ്സിനെ കൊണ്ട് ട്രിപ്പ് പോവുക, ഒരു മൂവിക്ക് എല്ലാവരെയും കൂടെ കൊണ്ടുപോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഗ്രൂപ്പ് വൈസ് ടെക്നിക്സ് ആണ് കേട്ടോ. പഠിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അത് അല്ലാതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് വരുന്ന ചലഞ്ചസ്, പ്രോബ്ലംസ് ഇതിനെയെല്ലാം സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഈ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ടീച്ചേഴ്സിന് അവരുടെ ടീച്ചിങ് കൂടുതൽ എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. ഈ ടെക്നിക്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ടെക്നിക്സും ഇൻഡിവിജ്വൽ ടെക്നിക്സും. ഗ്രൂപ്പ് ടെക്നിക്സ് ഫസ്റ്റ് വൺ നമ്മൾ ഗ്രൂപ്പ് ടെക്നിക്സിനെ കുറിച്ച് പറയുവാണ്. നോക്കുവാണേ അതിലെ ഫസ്റ്റ് വൺ കരിക്കുലം കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു അക്കാദമിക്കിൽ എന്തൊക്കെ പ്ലാൻ ചെയ്യണം, അക്കാദമിക് കലണ്ടറൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ലേണിംഗ് എക്സ്പീരിയൻസസ്, കുട്ടികളുടെ ലേണിംഗ് എക്സ്പീരിയൻസസ് അത് അപ് ടു ഡേറ്റ് ആണോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അവരുടെ പ്രോഗ്രസ്, അവരുടെ അസസ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. പിന്നെ ഒരു സ്കൂളിൽ തന്നെ പല സെഷൻസ് ഉണ്ടാവും. പ്രൈമറി, അതായത് LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, KG സെഷൻ, അങ്ങനെ ഏതൊരു യൂണിറ്റ്സ് ആണെങ്കിലും അവിടെയൊക്കെ നല്ല മെത്തഡോളജി കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു സെഷൻ മാത്രം ശ്രദ്ധിക്കുക എന്നുള്ളതല്ല. ആ എല്ലാത്തിന്റെയും കരിക്കുലം കൺസ്ട്രക്ഷൻ ഡെവലപ്മെന്റ്, അതാണ് ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നത്. പലപ്പോഴും സൂപ്പർവൈസർ അല്ലെങ്കിൽ HM ആണെങ്കിൽ HM ടീച്ചേഴ്സും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഒരു ക്ലാസ്സിൽ ഓരോ സബ്ജക്റ്റിനും എത്ര അവേഴ്സ് വേണം, എത്ര അവേഴ്സ് വർക്കിംഗ് പീരീഡ് ഉണ്ടായാലാണ് അത് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ കുറെ പ്ലാനിങ്സും കാര്യങ്ങളും. നെക്സ്റ്റ് ഇൻ സർവീസ് എഡ്യൂക്കേഷൻ. ഇത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുവരണം. അതായത് ഒരു ടീച്ചർ ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ആ ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ. ബോർഡ്, ചോക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചോക്ക്, അല്ലെങ്കിൽ മാർക്കർ പെൻ ആണെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്, പിന്നെ ഡെസ്ക്, ബെഞ്ച്, ടേബിള്, ചെയർ, കുട്ടികൾക്ക് വല്ല ഷെൽഫോ അങ്ങനെയുള്ളതുണ്ടെങ്കിൽ അത്, പിന്നെ ഈവൻ വേസ്റ്റ് ബിൻ ഉൾപ്പെടെ അങ്ങനെ എന്തൊക്കെ നീഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഉണ്ടോ അതെല്ലാം ആ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യാം. ഓരോ സ്കൂളിലും പ്രൊവൈഡ് ചെയ്യാം. ഇത് ടീച്ചേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യും. അത് അങ്ങനെ അവർക്ക് പിന്നെ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുക, അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യുക, അതങ്ങനെ പല കാര്യങ്ങളും. അവരുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാനും പുതിയ മെത്തേഡ് ഓഫ് ടീച്ചിങ്, അങ്ങനെ പല കാര്യങ്ങളും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോൾ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് മാപ്പ്, ഗ്ലോബ്, അറ്റ്ലസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ, ചാർട്ടുകളും കുറെ മോഡൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും ചില സമയത്ത്. പിന്നെ പിന്നെ സയൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ലാബ്, അതിൻ്റെതായ ഫെസിലിറ്റീസ്. പിന്നെ സോഷ്യൽ ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ഒക്കെ എടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ജസ്റ്റ് തൊട്ടടുത്തുള്ള ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതുമായിട്ട് വരും. നെക്സ്റ്റ് ആക്ഷൻ റിസർച്ച് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. അത് നോക്കൂ, ടീം വർക്കായിട്ട് തന്നെ ചെയ്യും. പുതിയൊരു മെത്തേഡ് കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഇവരതൊന്ന് ചെയ്തു നോക്കും. ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ലാബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ലാബിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കും.
സ്മാർട്ട് ക്ലാസ് റൂം ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നു, ഇതിനുള്ള പ്രൊജക്ടർ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ആപ്പ്. അപ്പൊ ആദ്യം അവരൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നടത്താന്ന് പറയില്ല, അതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കും, അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കും, അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നോക്കും, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങളും, എന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, എങ്ങനെ എക്വിപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ. അങ്ങനെ ലോങ് റണ്ണിൽ പോകേണ്ടതാണെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള മാർഗങ്ങൾ, അങ്ങനെ എല്ലാ രീതിയിലും. പിന്നെ ഈ കമ്പ്യൂട്ടറൊക്കെ സ്കൂളുകളിലേക്കൊക്കെ ആദ്യം വന്നപ്പോൾ ടീച്ചേഴ്സിനൊക്കെ അതിന് വേണ്ടുന്ന ഒരു ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാണ്ടായി. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരുടെ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആക്ഷൻസ് വരും. കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. നമുക്കറിയാം ടീച്ചേഴ്സ് എപ്പോഴും പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആണ്, കമ്മ്യൂണിറ്റിയുമായിട്ട്. ചില സ്കൂളുകളൊക്കെ സ്കൂള് ക്ലോസ് ചെയ്ത്, സമ്മർ വെക്കേഷൻ ക്ലോസ് ചെയ്ത് തുറക്കാറാകുന്നതിന് മുമ്പ് എല്ലാ കുട്ടികളുടെയും വീട് വിസിറ്റ് ചെയ്യും, അല്ലെ? അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, പാരന്റ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കരിക്കുലർ പ്രോഗ്രാംസും കരിക്കുലർ പ്രോഗ്രാംസും സെറ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ. ചില സ്കൂളുകൾ ഇങ്ങനെ ദൈവ നാടകം പോലെ നല്ല മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ പാരന്റ്സിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ പാരന്റ്സ് ആണ്. പാരന്റ്സിനെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ പർപ്പസ്ഫുൾ ആയിട്ടും മീനിങ് ഫുൾ ആയിട്ടും അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരു പല രീതിയിലുള്ള സ്ട്രാറ്റജീസ് ടീച്ചിങ്ങിലും ലേണിങ്ങിലും ഒക്കെ കൊണ്ടുവരിക. പിന്നെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ആ ഒരു ബന്ധം, പാരന്റ്സുമായിട്ടുള്ള ബന്ധം, സ്റ്റുഡൻസുമായിട്ടുള്ള ബന്ധം, ആ ഒരു പാർട്ട്ണർഷിപ്പ് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുക, അതിന് വേണ്ടുന്ന മെത്തേഡ്സ് സ്വീകരിക്കുക, ഇതൊക്കെയാണ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനിൽ വരുന്നത്. ഇനി ടീച്ചർ വിസിറ്റേഷൻ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് ടെക്നിക്സ് ആണ് കേട്ടോ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രൂപ്പ് ടെക്നിക്സ് ആണ്. ടീച്ചർ വിസിറ്റേഷൻ ചിലപ്പോ നമ്മുടെ ഒരു സ്കൂള് അവരുടെ തന്നെ വളരെയധികം വർഷം പരിചയസമ്പത്തുള്ള വേറൊരു സ്കൂള്, ആ സ്കൂളിൽ വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ എന്തെങ്കിലും ട്രെയിനിങ്ങിന് എല്ലാ ടീച്ചർമാരെയും അവിടെ വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ചില മാനേജ്മെന്റുകളൊക്കെ അങ്ങനെ നിർത്താറില്ലേ, ഇപ്പം ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റോ അങ്ങനെയൊക്കെ അവരുടെ സ്കൂളിൽ നിന്ന് അവർക്കൊരു ഒരു സ്ഥാപനം ഉണ്ടാവുമായിരിക്കും, ചെറിയ സ്കൂളുകളെക്കാളും വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള. അവിടെ എല്ലാ അവരുടെ എല്ലാ സ്ഥാപനങ്ങളിലെയും ടീച്ചർമാരെയൊക്കെ വിളിച്ചിട്ട് അവിടുത്തെ രീതികളും കാര്യങ്ങളും പുതിയ അപ്ഡേഷൻസും എല്ലാം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇന്റർ സ്കൂൾ വിസിറ്റേഷൻ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വേറെ സ്കൂളിലെ ടീച്ചർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു രീതി. എക്സാംസ്, ബോർഡ് എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ അങ്ങനെയാണല്ലോ, വേറെ ടീച്ചർമാരാണല്ലോ വരുന്നത്, അല്ലെ? അപ്പൊ ഇതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേറൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചറിന്റെ രീതികൾ കാണുന്നു, മനസ്സിലാക്കുന്നു. നമ്മൾ യൂട്യൂബ് ഒക്കെ നോക്കുമ്പോൾ അങ്ങനെയല്ലേ, ഏതെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന ഏതെങ്കിലും വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ ദാറ്റ് മീൻസ് വേറൊരു ടീച്ചറുടെ ആക്ഷൻ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതാണല്ലോ. അതൊരു ഓൺലൈൻ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള ഒരു ടീച്ചർ വിസിറ്റേഷൻ പോലെയാണ്, അല്ലെ? ഇനി മോഡൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഒരു മോഡൽ ആയിരിക്കണം, അല്ലെ? റോൾ മോഡൽ. സൂപ്പർവൈസർ എപ്പോഴും ഒരു ഡെമോ ലെസൺസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന് എടുക്കാൻ പറ്റില്ലെങ്കിൽ വേറെ എക്സ്പേർട്ട് ആയിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ഔട്ട്സോഴ്സ് ചെയ്ത് പുറത്തുനിന്ന് കൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, പിന്നെ മീറ്റിംഗ്സ് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിൽ വരുന്നത്. മോഡൽ എന്നുള്ളത് മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാം. പിന്നെ മോഡൽ ഇപ്പൊ ഒരു അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, ടീച്ചേഴ്സിന് ക്ലാസ്സസ് ഒക്കെ എടുക്കണം. ആ ഒരു വെക്കേഷൻ ടൈമിൽ അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും. അതിലും ഒരു മോഡൽ എങ്ങനെയാണ് ക്ലാസ്, ഒരു ഡെമോ ക്ലാസ് അങ്ങനെയുള്ള രീതിയിലൊക്കെ എടുത്തു കൊടുക്കുന്നത്. പുതിയ മെത്തേഡ്സ് ഒക്കെ വരുവാണെങ്കിൽ ആ മെത്തേഡ്സ് ഡെമോ ചെയ്ത് കാണിക്കുക, ഇതെല്ലാം മോഡലിൽ വരും. റിസോഴ്സസ്, ടീച്ചേഴ്സിന് അവരുടെ ടീച്ചിങ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടുന്ന റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. അത് ചിലപ്പോൾ ബുക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലുള്ള ജേർണൽസ് ആയിരിക്കാം, ലോ കോസ്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡുകൾ,
ടൂൾസ്, മൾട്ടിമീഡിയ, ടെക്നോളജി ഇതെല്ലാം റിസോഴ്സസ് ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ വിസിറ്റ്സ്, ഗ്രൂപ്പ് ടെക്നിക്സ് വരുന്ന ഒന്നാണ് വിസിറ്റ്സ്. കുറച്ചും നമ്മൾ പറഞ്ഞു, ചെറിയ ചെറിയ ട്രിപ്പ്, എഡ്യൂക്കേഷണൽ ട്രിപ്പ്, അങ്ങനെയുള്ള ട്രിപ്പ്, സ്റ്റഡി ടൂർ, ഇന്റർ സ്കൂൾ വിസിറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ പുതിയ കാര്യങ്ങളെ പറ്റി ചെയ്യാനും നല്ല എക്സ്പീരിയൻസ് ഇതെല്ലാം കിട്ടും ടീച്ചേഴ്സിന്, ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് പോകുമ്പോഴുള്ള രീതികൾ. അങ്ങനെ അതായത് തിയറി മാത്രം പഠിപ്പിക്കുന്ന രീതി മാത്രമല്ല, അതവര് പ്രാക്ടീസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കുറെ പ്രോഗ്രാംസിലൂടെ മനസ്സിലാക്കുന്നു. നെക്സ്റ്റ് കോൺഫറൻസസ്, എഡ്യൂക്കേഷണൽ കോൺഫറൻസസ്, സെമിനാർ, മീറ്റിംഗ്സ്, സ്റ്റഡി മീറ്റിംഗ്സ് ഒക്കെ വരുന്നുണ്ട്, സ്റ്റഡി ഗ്രൂപ്പ്സ്, അങ്ങനെ പല കാര്യങ്ങൾക്ക് പോകുന്നത് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ. ഓരോ ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസിനനുസരിച്ച് അവരെ പല ട്രെയിനിങ്ങുകൾക്കും കോൺഫറൻസുകൾക്കൊക്കെ അയക്കാറുണ്ടല്ലോ, അത്. ഇതെല്ലാം ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ എക്യുപ്പൈ ചെയ്യിക്കും, അവരുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും. അവർ ആ ഒരു ക്ലാസ് റൂമിൽ തന്നെ ഒതുങ്ങി കൂടുവാണ്, ആ പഠിപ്പിക്കുന്ന ടെക്സ്റ്റുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ കൂടുതൽ അവര് ടാലന്റഡ് ആയി മാറില്ല, കൂടുതൽ ഡെവലപ്ഡ് ആവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഡിസമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസമിനേഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ഇൻഫർമേഷനെ എല്ലാവരിലേക്കും കൊടുക്കുക, ഡിസ്പോസ് ചെയ്യിക്കുക, സ്പ്രെഡ് ചെയ്യിക്കുക, എല്ലാവരിലേക്കും പാസ് ചെയ്യിക്കുക. അതാണ് അതിന് വേണ്ടുന്ന ഇൻഫർമേഷൻസ് അടങ്ങുന്ന മീഡിയംസ്, അതായത് ന്യൂസ് ബുള്ളറ്റിൻസ്, സർക്കുലേഴ്സ്, അങ്ങനെയുള്ള പുതിയ പുതിയ ഐഡിയാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പൊ അതിനൊക്കെ ടീച്ചർമാർക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിലേക്കൊക്കെ പുതിയ പുതിയ അപ്ഡേറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഐഡിയാസും കാര്യങ്ങളും ഒക്കെ, ക്രിയേറ്റിവിറ്റി അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ അതൊക്കെ അങ്ങനെ ഷെയർ ചെയ്യുന്നു. സ്കൂളിൽ തന്നെ ഇങ്ങനെ അതിന് പറ്റിയ ബോർഡോ എന്തെങ്കിലും ഇതുണ്ടാകും, അവിടെ അവർ പേസ്റ്റ് ചെയ്യുകയോ സ്റ്റിക്ക് ചെയ്യുകയോ ചെയ്യും. ആണ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഡിസ്റ്റർബിംഗ് ചെയ്യുന്ന പേര് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. നെക്സ്റ്റ് സ്റ്റാഫ് മീറ്റിംഗ്. ഗ്രൂപ്പ് ടെക്നിക്സിന്റെ ലാസ്റ്റ് വൺ ആണ് സ്റ്റാഫ് മീറ്റിംഗ്. എല്ലാവരുമായിട്ട് ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലെ വരുന്നതാണല്ലോ സ്റ്റാഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രോബ്ലംസ്, ചലഞ്ചസ്, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാരും കൂടി ഇരുന്ന് സംസാരിച്ച് അത് സോർട്ട് ഔട്ട് ചെയ്യുക, അതിനെ അഡ്രസ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സിന്റെ ഡൗട്ട്സുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക. ഇതൊക്കെയാണ് സ്റ്റാഫ് മീറ്റിംഗ് വരുന്നത്. ഓക്കെ. പലപ്പോഴും എക്സാമിന് മുമ്പ് ഒരു സ്റ്റാഫ് മീറ്റിംഗ്, എക്സാം കഴിയുമ്പോൾ ഒരു സ്റ്റാഫ് മീറ്റിംഗ്, ആനുവൽ ഡേക്ക് മുമ്പ് ഒരു സ്റ്റാഫ് മീറ്റിംഗ്, അങ്ങനെ മെയിൻ പ്രോഗ്രാംസ് ഒക്കെ സ്കൂളുകളിൽ നടക്കുമ്പോൾ മീറ്റിംഗ്സ് ഒക്കെ വരും അല്ലെ. സ്കൂള് തുറന്നതിന് മുമ്പ് ഒരു മീറ്റിംഗ്, തുറന്നു കഴിഞ്ഞ് ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ വീണ്ടും ഒരു സ്റ്റാഫ് മീറ്റിംഗ്, ഒരു അനാലിസിസ് പോലെ. ഇതൊക്കെ ഗ്രൂപ്പ് ടെക്നിക്സിൽ വരുന്നു. നെക്സ്റ്റ് വൺ ഇൻഡിവിജ്വൽ ടെക്നിക്സ് ആണ്. അത് കൂടെയുണ്ട്. അത് പിന്നെ എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. അതിൽ നിന്ന് എക്സാമിന് വരില്ല കേട്ടോ. എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. കുറെ ഓതേഴ്സ് അവർ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇൻഡിവിജ്വൽ ടെക്നിക്സും കൂടെ കഴിഞ്ഞിട്ട് ഞാനിന്ന് വൈൻഡപ്പ് ചെയ്യുവാണ്. ഇൻഡിവിജ്വൽ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ സൂപ്പർവൈസർ പോയി സപ്പോർട്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഇൻഡിവിജ്വൽ ടെക്നിക്. ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് കരിക്കുലം. സൂപ്പർവൈസർ അവർ ഒബ്സർവേഷൻ നടത്തുന്നു. കരിക്കുലത്തിനനുസരിച്ചുള്ള പ്ലാൻസിനനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ടോ, അങ്ങനെ ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ, ഓരോ ടീച്ചർമാരും ഓരോ സബ്ജക്റ്റോ അല്ലെങ്കിൽ ഓരോ ക്ലാസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമായിരിക്കുമല്ലോ. അത് ഇൻഡിവിജ്വലി ഉള്ള ഒബ്സർവേഷൻസ് ആണ് അതിൽ വരുന്നത്. അപ്പൊ അവിടെ ടീച്ചേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇൻഡിവിജ്വൽ. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒരു ക്ലിയർ ആയിട്ട് ഓരോരുത്തരുടെയും ചലഞ്ചസ് ചിലപ്പോൾ പിടികിട്ടുന്നില്ല. അപ്പൊ ഇൻഡിവിജ്വലി ഉള്ള ടെക്നിക്സിലാണ് അതെല്ലാം മനസ്സിലാക്കുന്നത്. ക്ലാസ് റൂം ഒബ്സർവേഷൻ ആൻഡ് പ്രൊഫഷണൽ ഗ്രൂപ്പ്. ഈ ക്ലാസ് റൂം ഒബ്സർവേഷൻ ആ ടീച്ചറെ കുറ്റപ്പെടുത്താനോ അങ്ങനെയുള്ളതൊന്നുമല്ല, ആ ടീച്ചറെ പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ, ഡെവലപ്പ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്ലാസ് റൂം ഒബ്സർവേഷൻ. ആ ഒബ്സർവേഷനിൽ സൂപ്പർവൈസർ ഇടപെടില്ല, ഒബ്സർവേഷനെ നടത്തുള്ളൂ, അതിൽ കയറി അങ്ങ് ഇടപെടില്ല. ടീച്ചർ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ രണ്ടുപേരും കൂടെ, കുറച്ചു മുമ്പ് നമ്മൾ ആ ക്ലിനിക്കൽ സൂപ്പർവിഷന്റെ പറഞ്ഞ 5 സ്റ്റേജസ് ഇല്ലേ, സെയിം തന്നെ. അത് കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച് എന്തെങ്കിലും ചലഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ സോർട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്.
എന്നിട്ട് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഫീഡ്ബാക്ക് എങ്ങനെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞേ? ക്രിയേറ്റീവ് ആയിട്ട്, കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് അല്ലെ, ക്രിയേറ്റീവ് അല്ല, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്മൾ സെമിനാർ എടുത്തപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ആയിരുന്നു എല്ലാവരും തന്നെ തന്നിട്ടുണ്ടായിരുന്നത് തന്നെ. അങ്ങനെ സൂപ്പർവൈസറും സൂപ്പർവൈസിങ് ആ ഒരു ക്ലാസ് റൂം ഇതില് അവര് അപ്ഗ്രേഡഡ് ആകുകയാണ് ചെയ്തത്. സൂപ്പർവൈസർ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുന്നു, എല്ലാ കാര്യങ്ങളും എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ളത്. സൂപ്പർവൈസ് അതായത് ആ ടീച്ചർക്ക് എങ്ങനെ ഇനി കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പൊ ആ ഒരു ടീച്ചറുടെ ക്വാളിറ്റി മനസ്സിലാക്കി, പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, ഏത് ഏരിയയിൽ ആ ടീച്ചർ എൻഹാൻസ് ചെയ്യണം എന്നുള്ളതും അവിടെ പിടികിട്ടും. ഒരു ടീച്ചർ ഇതിനെ പിക്ചേഴ്സിലൂടെയാണ് കുട്ടികളെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ആ ടീച്ചറുടെ പൊട്ടൻഷ്യൽ ആണല്ലേ. പിക്ചേഴ്സ് ആയിരിക്കും ടീച്ചർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ പിക്ചറിലൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാവും. വേറൊരു ടീച്ചർ ഇപ്പൊ പാട്ടിലൂടെയാണ് പറഞ്ഞു മനസ്സിലാക്കുന്നത്, കഥയിലൂടെയാണെങ്കിൽ അങ്ങനെ എന്താണ് അവരുടെ പൊട്ടൻഷ്യൽ അത് അവരുടെ പ്രൊഫഷണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ് റൂം ഒബ്സർവേഷനിലൂടെ നടക്കുന്നത്. പിന്നെ പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ലീഡർഷിപ്പ്. സൂപ്പർവൈസർ എല്ലാ ടീച്ചേഴ്സിനും ചിലപ്പോ എപ്പോഴും ആക്സസബിൾ ആകണം എന്നില്ല അല്ലെ. വലിയ സ്കൂളൊക്കെ ആകുമ്പോൾ ഒരു HM ആയിരിക്കും ഈ പറയുന്ന എല്ലാ സെഷനും. ഇപ്പൊ 10th വരെ ആ ഒരാളായിരിക്കും, ഹയർ സെക്കൻഡറിക്ക് മാത്രമായിരിക്കും വേറൊരാൾ. ഇത്രയും ക്ലാസ്സിന്റെ കാര്യം ആ 10th വരെയുള്ള HM ചെയ്യേണ്ടവർ. അപ്പൊ എല്ലാ ടീച്ചേഴ്സിനും ആക്സസബിൾ ആകിയെന്ന് വരില്ല. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റു ടീച്ചേഴ്സിനെ ഈ ജോലി, ആ ഒരു ലീഡർഷിപ്പ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഒരു ഡിഗ്രി. ക്ലിയർ ആയോ? ഓക്കെ, ആ ഒരു സൂപ്പർവൈസറി ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കാനായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, പിന്നെ ചില ടീച്ചേഴ്സിന് ഡോക്യുമെന്റേഷൻ നല്ല പോലെ വഴങ്ങും, നല്ല പോലെ എഴുതും. അപ്പൊ അങ്ങനെയുള്ള ആ കഴിവുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുക. എൻകറേജ് പ്രൊഫഷണൽ റൈറ്റിംഗ്. എഫിഷ്യന്റ് ടീച്ചേഴ്സിനെ ആ ഒരു രീതിയിൽ എൻകറേജ് ചെയ്യുക. അപ്പൊ പലപ്പോഴും സ്കൂളിലെ റിപ്പോർട്ടുകൾ എഴുതാനും എന്തെങ്കിലും കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും എഴുതി സബ്മിറ്റ് ചെയ്യാനും, ഇപ്പൊ എഡ്യൂക്കേഷണൽ ബോർഡിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ജോലികളൊക്കെ ആ ഒരു ടീച്ചർക്ക്. അതൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യിക്കാം. നെക്സ്റ്റ്, റിസർച്ച്. അത് ടീച്ചറും സൂപ്പർവൈസറും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഇതിൽ കൂടുതൽ മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം, എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ഇതിൽ മാറ്റങ്ങൾ വരുത്തണം. ആ രീതിയിൽ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടുപിടിക്കലും, അങ്ങനെ ടീച്ചിങ് ലേണിംഗ് മെത്തേഡും പ്ലാറ്റ്ഫോമിനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് നന്നാക്കി എടുക്കുക, നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നന്നാക്കി എടുക്കുക. അങ്ങനെ ഒരു റിസർച്ച് ടീച്ചറും സൂപ്പർവൈസറും കൂടി ഇരുന്ന് ആലോചിച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ് റിസർച്ചുകൾ. അപ്പൊ ഇത്രയുമാണ് ഗ്രൂപ്പ് ടെക്നിക്സിലും ഇൻഡിവിജ്വൽ ടെക്നിക്സിലും വരുന്നത്. എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ് ആണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ സൂപ്പർവിഷൻ ശരിക്കും ഒരു നല്ലൊരു ബന്ധമാണ് ശരിക്കും സൂപ്പർവിഷൻ നടക്കുന്നത്. അല്ലാതെ ഒരാൾ നിന്നിങ്ങനെ കുറെ അഡ്വൈസ് കൊടുക്കുകയോ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയോ കമാൻഡ് ചെയ്യുകയോ അല്ല ശരിക്കും സൂപ്പർവിഷനില്. ഒരു മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ, നല്ലൊരു ഇന്റർവെൻഷൻ, നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു, ക്വാളിറ്റി ഉള്ള ഒരു മെത്തേഡാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി ഹ്യൂമൻ റിലേഷൻസ് നല്ലപോലെ ഡെവലപ്പ് ആകും. ഏത് രീതിയിലുള്ള പ്രോബ്ലംസും അനലൈസ് ചെയ്ത് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ടീച്ചറെ കൊണ്ട് തന്നെ എക്യുപ്ഡ് ആക്കുക. എല്ലാം ചെയ്തു കൊടുക്കാവുന്നതല്ല, അവരെ കൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യിക്കാൻ പ്രാപ്തിയാക്കുക. അതാണ് ശരിക്കും സൂപ്പർവിഷനിൽ ചെയ്യിക്കുന്നത്. അല്ലാണ്ട് ഒരു വ്യക്തി മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുകയല്ല, അയാളെ ഈ ഒരു പൊട്ടൻഷ്യൽ ആൾക്കുണ്ട് എന്നുള്ള രീതിയിൽ അയാൾക്ക് കൊണ്ട് ചെയ്യിക്കാനായിട്ട് ഉള്ള എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യും. അതാണ് സൂപ്പർവിഷനിൽ നടക്കുന്നത്. എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ, ഹ്യൂമൻ റിലേഷൻഷിപ്പ് പരിചയം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ എടുക്കുന്നത് 7th യൂണിറ്റ് ആയിരിക്കും. മോസ്റ്റ്ലി നമ്മൾക്ക് കഴിയും. ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ വെരി സിമ്പിൾ. യൂണിറ്റ് 7 ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് കഴിയാനുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? 6ഉം 7ഉം. 6 എടുക്കാറുണ്ടല്ലേ?
6 7 മോഡ്യൂൾ 5 മോഡ്യൂൾ 5 എന്തെങ്കിലും ബാക്കിയുണ്ടോ? 3 ഉം 4ഉം 3 ഉം 4ഉം. നോ പ്രോബ്ലം. 15th തീർക്കുക എന്നുള്ള രീതിയിൽ 15 അല്ലെങ്കിൽ 16 അതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ തന്നെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം സഹിച്ചിരുന്നില്ല 1.5 മണിക്കൂർ. മാം അത് കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷൻ ക്ലാസ്സസ് തരുമോ? ലൈക് എക്സാംസിന്റെ മുമ്പേ. എക്സാമിന് മുമ്പ് റിവിഷൻ ക്ലാസ് ഉണ്ടാവും. പി ജിക്കും ഉണ്ടാവും, ഡിപ്ലോമയ്ക്കും ഉണ്ട് കേട്ടോ. ഓക്കെ മാം. താങ്ക് യു മാം. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മിസ്.